അടുത്ത് വരുന്ന ഞങ്ങളുടെ വലിയൊരുപത്തിനെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ക്ഷേമത്തോടെ കൂട്ടിവരുത്തും, എളിവിനെയും ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മറയ്ക്കും. പരിശുദ്ധാത്മാവ് സംസാരിക്കും. പ്രാർത്ഥന കേട്ടല്ലോ യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം നമ്മുടെ പുതിയ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസത്തിലായിരിക്കാൻ ഇന്ന് രാത്രിയിലും സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ അഭിമന്യു, തൻ്റെ കുടുംബം, ദിവസത്തിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തെ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്ന ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മതിയായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച് ശുശ്രൂഷിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെ ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കിയ കർത്തൃത്വത്തിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിലെ നന്ദി അറിയിക്കുന്നു. ഒരിടൊന്നും കൂടാതെ നമ്മൾ ദൈവവചന പഠനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇന്ന് രാവിലെ എൻ്റെ പ്രാർത്ഥനാമുറി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ചിന്തയാണ് രാവിലെ നമ്മൾ ചിന്തിക്കാനിടയായത്. രക്തത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെട്ടപ്പോൾ രക്തം അഴിച്ചു മാറ്റിയ 5 തലങ്ങളെയാണ് നമ്മൾ ചിന്തിച്ചതെങ്കിലും അതിനകത്തെ ഒരു തലം പോലും നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം പിതാക്കന്മാർ അവർ തന്നെ കെട്ടിവെച്ച ചില ശാപങ്ങളെ അന്ന് അർദ്ധരാത്രി രക്തം അഴിച്ചു മാറ്റി. അടിമനുഖത്തെ രക്തം അഴിച്ചു മാറ്റി. രോഗബന്ധനത്തെ രക്തം അഴിച്ചു മാറ്റി. മാത്രമല്ല മരണഭയത്തെ രക്തം അഴിച്ചു മാറ്റി. മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ആകുലതകളെ ആ രക്തം അഴിച്ചു മാറ്റി. അത് ശാന്തമായി വചനം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. എങ്കിലും ഈ രോഗം എന്നാന്നും മരണഭീതി എന്താണെന്നൊക്കെ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊരു കൺഫ്യൂഷനായി പോകും. എന്നാൽ ഇന്ന് രാത്രിയിൽ അതിലേക്ക് പോകാനല്ല, ഒരു വചന പഠനത്തിൽ കൂടെ വന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടും. നമ്മൾ വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1-2 വാക്യം പെട്ടെന്ന് വായിച്ചു. അടുത്തത്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇത് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒരു ലേഖനമാണ്. ഈ വാക്യങ്ങൾക്കകത്തുനിന്ന് ഒത്തിരി ഭാഗങ്ങൾ കൂടെ കയറി വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അല്പം ടഫായതുകൊണ്ട് ഞാൻ ശാന്തമായി കാര്യം പറയുന്നത് പോലെ ഞാനങ്ങ് പോവുകയാണ്. കാരണം എങ്കിലും എന്തെങ്കിലും മനസ്സിലാകും. എല്ലാവരും ശ്രദ്ധിക്കണം. ഇനിയും വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ദിവസത്തിലായിരിക്കുക. ഒരു വചന പഠനത്തിൽ കൂടെ വന്ന ഒരു ദൂതനെ തൊടണം. ആ ദൂത് നമ്മോടുള്ള ദൈവത്തിൻ്റെ വിടുതലാണ്. അതിലേക്കാണ് ഓടി വരണത്. പക്ഷേ അതുവരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കാര്യം പറയുന്നത് പോലെ ജനങ്ങൾ പോകും. കാരണം എങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചത് ഒരു ചരിത്ര വിഷയമാണ്. പലവട്ടം വായിച്ച് പ്രസംഗം കേട്ടിട്ടുള്ള ഒരു ചരിത്ര വിഷയം, അതാണ് നമ്മൾ രാവിലെ ചിന്തിച്ചത്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ചരിത്ര വിഷയമല്ല, ഒരു ഉപദേശ വിഷയമാണ് ചിന്തിക്കുന്നത്. കാരണം ചരിത്രം പെട്ടെന്ന് മനസ്സിലാകും, ഉപദേശം പെട്ടെന്ന് മനസ്സിലാകില്ല. ചരിത്രം നമുക്ക് വായിച്ചാൽ പിടികിട്ടും, അല്ലേ? ചരിത്രം വായിച്ചാൽ പിടികിട്ടും. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രയീമിൽ വിടുവിച്ച കാര്യമൊക്കെ വായിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊന്ന് പറഞ്ഞു വിട്ടാൽ മതി. അതുപോലെ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത്ര ആഴങ്ങൾ വചനത്തിൻ്റെ ഏടുകളിൽ കിടക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന ഒരു ഉപദേശ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയുന്നത് പോലെ ഒരു വചന പഠനത്തിൽ കൂടെ വന്ന് നമുക്കൊരു ഒറ്റ വാക്യത്തിൻ്റെ ഒരു ദൂത്, ഒരു വാക്യെ തൊടണം. ആ തൊടുന്നത് നമുക്കൊരു വിടുതലാണ്. അതിലേക്കാണ് ഓടിയെത്തേണ്ടത്. വളരെ പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കും. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ ആ 2 കൊരിന്തിയിൽ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്ന ചില പദങ്ങളാണ് നമ്മൾ വായിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോസ്തലൻ പൗലോസ് AD 50 കൊരിന്ത് സഭ സ്ഥാപിച്ചത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. മനസ്സിലാകുന്ന രീതി വളരെ ശാന്തമായി പറയും. AD 50 വേദപണ്ഡിതരുടെ അഭിപ്രായത്തിൽ അപ്പോസ്തലൻ പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിലാണ് പൗലോസ് കൊരിന്തിലേക്ക് കടന്നു പോകുന്നത്. അവിടെ എങ്ങും ഞാൻ തൊടുന്നില്ല, തൊട്ടാൽ നമ്മുടെ ഈ വാക്യത്തിൽ വരാൻ പറ്റില്ല. അങ്ങനെ താൻ യാത്ര ചെയ്ത് കൊരിന്ത് ചെല്ലുന്നു. AD 50 കൊരിന്ത് ചെന്ന് അവിടെ താൻ കൊരിന്ത് പട്ടണത്തിൽ സഭ സ്ഥാപിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോസ്തലൻ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഈ ബൈബിളിൽ കിട്ടുന്നതിനേക്കാൾ വലിയ അറിവ് ലോകം നമുക്ക് പൗലോസിനെ കുറിച്ച് നൽകുന്നുണ്ട്. ഈ അപ്പോസ്റ്റൽ പോളം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കമൻഡർ തരുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് വിക്കിപീഡിയ നമുക്ക് തരുന്ന ഒരു അറിവ് മാൻ ഓഫ് 3 ക്യൂബിറ്റ്സ് എന്നാണ്. ശ്രദ്ധിക്കണേ, നമുക്കൊന്ന് ബലപ്പെടാൻ വേണ്ടി. മാൻ ഓഫ് 3 ക്യൂബിറ്റ്സ്. ഒരു ക്യൂബിറ്റ് എന്ന് പറയുന്നത് 1.5 അടിയാണ്. ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ മുഴവെന്നാണ്. ഏതാ മുഴവേതാ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. മുഴവെന്ന് പറഞ്ഞാൽ ഈ കൈയുടെ മുട്ട് തൊട്ട് ഈ കൈ വിരൽ വരെയുള്ള ഭാഗമാണ് എന്താ മുഴം എന്ന് പറയുന്നത്. ഇതാണ് ക്യൂബിറ്റ്. ഇംഗ്ലീഷ് ഇതിനാണ് ക്യൂബിറ്റ് എന്ന് പറയുന്നത്. ഒരു ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 അടിയാണ്. പൗലോസിന് ലോകം നൽകുന്ന ആദ്യത്തെ പേര് അവനെ പരിചയപ്പെടുന്ന മാൻ ഓഫ് 3 ക്യൂബിറ്റ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിറ്റ്
1.5 അടി. അങ്ങനെയാണെങ്കിൽ 3 ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര അടിയാണ്? 4.5 അടി പൊക്കം. എത്രയാണ് ഇദ്ദേഹത്തിന്റെ പൊക്കം? വെറും 4. നമ്മളൊക്കെ ഈ പൗലോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 6.5 അടി ഹൈറ്റും അതിനൊത്തവണ്ണം നല്ലൊരു 100-150 കിലോ വെയിറ്റും ഉള്ള ഹാൻസം ബോയ് ആയിട്ടൊക്കെ അല്ല, വെറും 4.5 അടി പൊക്കം. എന്ന് പറഞ്ഞാൽ എൻ്റെ ഏകദേശം ഇത്തറ്റമേ ഉള്ളൂ. ആര്? പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് ചരിത്രത്തിൽ കിടക്കുന്നത് വായിച്ചാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. ഈ മനുഷ്യനെ കൊണ്ടാണോ ദൈവം ഇത് ചെയ്തിച്ചത്? അല്ലെ, ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ 4.5 അടി പൊക്കമുള്ളൊരു മനുഷ്യൻ, ശരീരമാകെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന ഒരു ശരീരം, വലിയൊരു തല, ആ തലയും മുഖത്ത് മൊത്തം വലിയ വലിയ മുഴകൾ. നമ്മൾ ഈ മുഖക്കുരു എന്നൊക്കെ പറയുന്ന മുഖക്കുരു അല്ല, മുഴകൾ. അത് മാത്രമല്ല പുറത്തൊരു മുഴ, കാല് റാ പോലെ ഇരിക്കുന്നത്. വല്ല മനസ്സിലായോ? റാ പോലെ. ഇതൊക്കെ എന്തിനാ ഭാഷ ഇപ്പൊ പറയുന്നത് വെച്ചാൽ ഈ വചനത്തിന്റെ അവസാനം മനസ്സിലാകും. ശ്രദ്ധിച്ചേ. അപ്പൊ ഒന്നുകൂടെ പറയാം. എത്ര അടി പൊക്കം ഉണ്ട്? 4.5 അടി പൊക്കം. മുഖമാണെങ്കിൽ, തലയാണ് വലിയൊരു തല, ശരീരമാണെങ്കിൽ ക്ഷീണിച്ച. ഇത് ചരിത്രം തരും, ബൈബിൾ പറയുന്നത് ചരിത്രം തരുന്നതാ. അത് മാത്രമല്ല ഈ 2 കാലും വളഞ്ഞതാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, റാ പോലിരിക്കും. ഈ അപ്പൊ ചോദിക്കും, പൗലോസ് ബൈബിളിൽ ഇവിടെ പറഞ്ഞുണ്ട്, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിന്റെ വൈകല്യങ്ങളും അവശതകളും വെച്ച് നിങ്ങൾ ആരും ഗലാത്യ സഭയെ നിങ്ങൾ എന്നെ ലജ്ജ ധരിച്ചില്ല. കാരണം എന്നെ നിങ്ങൾ ലജ്ജയോടല്ല കണ്ടത്, നിങ്ങൾ ദൂതന് തുല്യമാണ് കണ്ടത്. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി നമ്മുടെ മെസ്സേജിന്റെ പ്രസക്ത ഭാഗം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവ കൃപ എന്നൊരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിന്റെ വിദ്യാഭ്യാസമോ കുലമോ കുലമഹിമയോ നിന്റെ ആരോഗ്യമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ആവർത്തിക്കാൻ, ദൈവ കൃപ നമ്മിലേക്കൊന്ന് വ്യാപരിക്കാൻ ഇടയായാൽ ഇതുപോലത്തെ ഒരു മനുഷ്യനെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യാൻ കരുത്തുള്ള ദൈവത്തിന് നമ്മെ കൊണ്ട് ഏത് മേഖലയിലും പ്രവർത്തിക്കാൻ ദൈവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആശയം മനസ്സിലായി? അങ്ങനെ ബൈബിൾ ബാക്കിയുണ്ട്, നമ്മൾ പിന്നെ അതിലേക്ക് വരാം. അപ്പൊ ഈ പൗലോസ് ഇതുപോലത്തെ ഒരു മനുഷ്യൻ, ആകപ്പാടെ ക്ഷീണിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യന് അല്ല ലോകത്തിന്റെ 2 വൻകരയിൽ സഭ സ്ഥാപിച്ചു. 1, 2 അല്ല, 2 വൻകരകളിൽ എന്ത് ചെയ്തു? താൻ സഭ സ്ഥാപിച്ചു. 14ഓളം ലേഖനങ്ങൾ താൻ എഴുതി. ശ്രദ്ധിക്കണേ, 2 വൻകര എന്ന് പറയുന്നത് ഏഷ്യൻ വൻകരയിൽ, യൂറോപ്യൻ വൻകരയിൽ സഭ സ്ഥാപിച്ചു. ആ സഭ സ്ഥാപിച്ചതിനകത്ത് എല്ലാ സഭകളും പ്രസിദ്ധമാണെങ്കിലും 2 സഭകൾ വിശ്വപ്രസിദ്ധങ്ങളാണ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, പൗലോസ് പലയിടത്ത് സഭകൾ സ്ഥാപിച്ചു. അതിനകത്ത് എല്ലാ സഭകളും ഒന്നോടൊന്ന് മെച്ചം തന്നെയാണ്. എന്നാൽ 2 സഭകൾ വിശ്വപ്രസിദ്ധങ്ങളാണ്. അതിൽ ഒന്നാമത്തെ സഭ കൊരിന്ത് സഭയാണ്, രണ്ടാമത്തെ സഭ എഫെസോ സഭയാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആത്മാക്കളുടെ എണ്ണത്തിലല്ല, പട്ടണത്തിന്റെ പ്രത്യേകതയാണ്. കാരണം എഫെസോസ് അറിയപ്പെടുന്ന വാനിറ്റി ഫെയർ ഓഫ് ഏഷ്യ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ മായച്ചന്ത എന്നാണ് എഫെസോസ് അറിയപ്പെടുന്നത്. മായച്ചന്ത എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ച മാതാപിതാക്കളെ ഒഴിച്ചു ബാക്കി എന്തും കിട്ടുന്ന സ്ഥലമാണ് ഇത്, മായച്ചന്ത, വാനിറ്റി ഫെയർ. ഏഷ്യൻ വൻകരയുടെ മായച്ചന്തയാണ് എഫെസോസ് പട്ടണം. അപ്പോൾ തന്നെ യൂറോപ്പിന്റെ മായച്ചന്ത കൊരിന്ത് പട്ടണമാണ്. ചെയ്യുകയാണ് കാര്യമായത് വല്ലതും ചെയ്യണം. നിങ്ങളാരും ഒരു സ്തോത്രം പറഞ്ഞില്ല. തൊടുകാണെങ്കിൽ സർവശക്തന്റെ വല്ലഭത്വത്തിനനുസരിച്ച് തൊടണം. ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ അല്ലരിയ നമ്മളൊക്കെ അതുകൊണ്ടാണ് അല്ലരിയ അസറ വില്യം കേറി പറഞ്ഞൊരു വാക്കുണ്ട് ലണ്ടൻ തെരുവുകളിൽ. ഞാൻ ഇന്ന് രാത്രി ശാന്തമായി പറയുന്ന നമ്മുടെ വിഷയം മറക്കരുത്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവകൃപ. അതാ നമ്മുടെ വിഷയം, അതിലേക്കാണ് വരേണ്ടത്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് 1-2 ചരിത്ര ഭാഗം കൂടെ ഓർപ്പിച്ചു പോകുക. നമുക്കറിയാം, ഇംഗ്ലണ്ടിന്റെ തെരുവുകളിൽ ചെരുപ്പൂത്തിയായിരുന്ന മനുഷ്യനാണ് ആര്? വില്യം കേറി. ആ വില്യം കേറി ഇന്ത്യയെ വന്ന് സതി നിർത്തലാക്കിയ, ശൈശവ വിവാഹം നിർത്തലാക്കിയ, അങ്ങനെ പല കാര്യങ്ങൾ നിർത്തലാക്കിയ മഹാനായ ബാപ്റ്റിസ്റ്റ് മിഷണറിയായ വില്യം കേറിയുടെ സെമിട്രി ഇപ്പോ കൽക്കട്ടയിലുണ്ട്. ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ കൽക്കട്ടയിലുണ്ട്. അദ്ദേഹത്തിന്റെ സെമിത്തേരിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിപ്പീൻ, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവിൻ. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം സ്ഥാപിച്ച പ്രസ്സിൽ പോയിട്ടുണ്ട്, അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, അദ്ദേഹത്തിന്റെ കല്ലറയിൽ താൻ എഴുതി വെച്ചത് ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിപ്പീൻ, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നാം തയ്യാറാകുവിൻ എന്ന് പറഞ്ഞാൽ ദൈവപൈതലെ മറിയ പറഞ്ഞൊരു വാക്കുണ്ട്, ശക്തനായവൻ എനിക്ക് ഉറക്കപ്പറ വലിയവ ചെയ്തു. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? ഈ ചരിത്രത്തിൽ ആരും തൊട്ടിട്ടില്ലാത്ത ഒരാത്മമണ്ഡലത്തെ കയറി തൊടത്തക്കവണ്ണം, ഈ തലമുറയിൽ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യത്യസ്തതയുടെ ശുശ്രൂഷ ചെയ്യത്തക്കവണ്ണം കർത്താവ് എനിക്കിന്ന് രാത്രി ഒരു അഭിഷേകം വേണം. ഈ ഉപവാസത്തിന്റെ 17ാമത്തെ ദിവസമാണ് നാം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞു. 10 പേര് ചെയ്തത് ചെയ്യാനല്ല നിന്നെ വിളിച്ചത്, 10 പേര് തൊടാനല്ല വിളിച്ചത്. ഒരു വ്യത്യസ്തമായ നിയോഗം ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആത്മാവിലൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ.
പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. അപ്പോ ഈ പൗലോസ് 2 സ്ഥലത്ത് സഭ സ്ഥാപിച്ചു. നമുക്കിങ്ങനെ ശാന്തമായി പറഞ്ഞ് ദൂതം കയറി വരിക. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് 2 സഭ സ്ഥാപിച്ചു. ഒന്ന് കൊരിന്ത്, അതുപോലെ എഫെസോസ്. രണ്ടും വിശ്വപ്രസിദ്ധങ്ങളാണ്. ഈ കൊരിന്ത് പട്ടണത്തിലേക്ക് ഞാൻ തോന്നുന്നത്, കൊരിന്ത് പട്ടണം എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതകളുടെ എല്ലാ ഈറ്റില്ലമായിരുന്നു കൊരിന്ത്. ഇന്ന് യൂറോപ്പ് എന്ന് പറയുന്നത് ലണ്ടനുണ്ട്. ഇന്ന് യൂറോപ്പിലെ വലിയ പട്ടണമാണ് ലണ്ടന്, പാരീസ്, ഫ്രാങ്ക്ഫർട്ട്, അതുപോലെ പറയുന്ന എല്ലാം എന്താണ്, മാഞ്ചസ്റ്റർ. പറയാനാണെങ്കിൽ കയ്യും കാലും വിരലെല്ലാം കൂടെ എടുത്താൽ പറയാനുള്ള പട്ടണങ്ങളുണ്ട്. ഇതൊക്കെ വലിയ വിശ്വപ്രസിദ്ധ പട്ടണങ്ങളാണ്. എന്നാൽ 2000 വർഷം മുമ്പ് ഈ പട്ടണങ്ങളൊന്നും അറിയപ്പെടാതിരിക്കുന്ന കാലത്ത് അവിടുത്തെ വാനിറ്റി ഫെയർ എന്നറിയപ്പെടുന്നത് കൊരിന്ത് പട്ടണമാണ്. ഈ 2 സ്ഥലത്തും സഭ സ്ഥാപിച്ചവൻ അപ്പോസ്തലൻ പൗലോസാണ്. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. അതിനകത്തൊക്കെ ഒത്തിരി ദൂതുണ്ട്. അതിനകത്ത് എഫെസോസിന്റെ പ്രത്യേകതയൊക്കെ പറയാം. എഫെസോസ് കാരണം സഭ സ്ഥാപിച്ച ഒരു സ്ഥലം. 4 കാര്യത്തിൽ ആ കാലത്ത് കുപ്രസിദ്ധി ആർച്ചാണ് എഫെസോസ് പട്ടണം. ഒന്നാമത്തത് ഡയാനയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആർത്തമീസിന്റെ ക്ഷേത്രം തൊടുന്നില്ല. രണ്ടാമത്തെ ഡയാനയുടെ ക്ഷേത്രം വെച്ച് ആ പട്ടണം പ്രസിദ്ധമാണ്. 2 അസ്കലോപയസ് എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയോടുണ്ട്. എന്ന് പറഞ്ഞാൽ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കാൻ കപ്പാസിറ്റിയുള്ള മന്ത്രവാദി അസ്കലോ. അവന്റെ മാന്ത്രിക ഇവിടെ എഫെസോസിലുണ്ട് മാത്രം. അതുകൊണ്ട് ആ ബൈബിളിൽ കിടക്കുന്ന ശുദ്രപ്രയോഗം ചെയ്തവർ അവരുടെ പുസ്തകം കൊണ്ട് കത്തിച്ചെന്ന് പറയുന്നത് അസ്കലോപയസിന്റെ മാന്ത്രിക പീഠത്തിലെ തന്റെ ശിഷ്യന്മാർ ചെയ്ത പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ ശുദ്രപ്രയോഗം ചെയ്യിച്ചവനല്ല കത്തിച്ചത്, ചെയ്തവൻ കത്തിച്ചെന്നാണ്. നിങ്ങൾക്ക് ആർക്കും പിടിയിട്ടില്ല. ശുദ്ധപ്രയോഗം ചെയ്യിച്ചത് ഒരാള്, ചെയ്യുന്നത് വേറൊരാളല്ലേ. ഇവിടെ കിടക്കുന്ന ശുദ്ധപ്രയോഗം ചെയ്യിച്ചവൻ കത്തിച്ചെന്നല്ല കിടക്കുന്നത്, അവൻ ചെയ്യിച്ചു പോയി. പക്ഷെ ചെയ്തവന് മനസ്സിലായി ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോ ചെയ്യുന്നതൊക്കെ ഫലിക്കുകയല്ലെന്ന്. ഒന്ന് സ്തോത്രം പറ. ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കുമ്പോഴുണ്ടല്ലോ, അഭിഷേകം വ്യാപരിക്കുമ്പോഴല്ലോ, നിനക്ക് നേരെ ആത്മമണ്ഡലത്തിൽ തൊടുത്തുവിടുന്ന ഇരുട്ടിന്റെ ആഴങ്ങൾ അവൻ ചെയ്യും, പക്ഷെ ഫലിക്കാതെ വണ്ണം. ഇന്ന് രാത്രി ചില ആത്മമണ്ഡലത്തിൽ ചില ഇരുട്ടിന്റെ ആഴങ്ങൾ ശാസിക്കപ്പെടട്ടെ. അത് ആഭിചാരമാണെങ്കിലും ശകുനമാനമാണെങ്കിലും ഇന്ന് ദൈവവൈദ്യ ആരാധനയ്ക്കും ആത്മമണ്ഡലങ്ങൾക്ക് നേരെ തൊടുത്തുവിടുന്ന ചില മേഖലകൾ അവൻ ചെയ്താലും ഫലിക്കാതെ വണ്ണം ഒരു ദൈവ ശക്തി വ്യാപരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. സോദരൻ, ഞാൻ തൊടുന്നില്ല, അതൊക്കെ ചേർത്ത് പറഞ്ഞു. ബിലയാം പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ബിലയാം കയറി വന്നൊരു വിഷയം ആയതുകൊണ്ടാണ് എടുക്കേണ്ട വാക്യം. സംഖ്യാപുസ്തകം 23:6-7 വാക്യത്തിൽ ബിലയാം പറഞ്ഞൊരു വാക്കുണ്ട്. ബാലാക്ക് എന്നെ ആരാമിൽ നിന്നും മോവാബ് രാജാവ് എന്നെ പൂർവ്വദേശത്ത് നിന്ന് വരുത്തി. അടുത്തത് കിടക്കുന്നത് ഇവരെ ശപിക്കാൻ എന്നെ വരുത്തി. പക്ഷെ ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു വചനപഠനം പോലെയാണെങ്കിലും വെളിപ്പാടുകളാ പറയുന്നത്. അവൻ ചെയ്യട്ടെ ദൈവവൈതലേ, അവൻ ചെയ്യട്ടെ. സിംഹത്തെ ദൈവം തകർത്തെന്നല്ല, സിംഹത്തിന്റെ അണപ്പല്ലുകളെ ദൈവം തകർത്തെന്ന. സിംഹം അവിടെ നിൽക്കട്ടെ, ചെയ്യുന്നുണ്ട്. ചില മേഖലകളിൽ നിന്ന് തൊടുത്തുവിടുന്ന ഇരുട്ടിന്റെ ആഴമുണ്ട്. ദൈവാത്മാവ് ഇടപെടുന്ന അവൻ ചെയ്യട്ടെ. കാരണം അവൻ ചെയ്താലേ നീ ആരാണെന്നും നിന്റെ ദൈവം ആരാണെന്നും ദേശത്ത് വെളിപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ സിംഹം അവിടെ നിൽക്കട്ടെ, അവന്റെ അണപ്പല്ലിനെ തകർക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം ഇന്ന് രാത്രി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. പോട്ടെ, മടങ്ങി വരിക. അപ്പോ ഒന്നാമത്തത് ഡയാനയുടെ ക്ഷേത്രം, അസ്കലോപയസിന്റെ മാന്ത്രിക പീഠം, അതുപോലെ ദേവദാസി സിസ്റ്റം. നാലാമത്തത് വലിയൊരു ട്രേഡ് സെന്റർ. അത്രയ്ക്ക് ശക്തമായ കുപ്രസിദ്ധി ആർച്ച പട്ടണത്തിനകത്ത് സഭ സ്ഥാപിച്ചവനാണ് ആര്? പൗലോസ്. പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നത് കൊണ്ട് കർത്താവിനോട് ആ വെളിപ്പാട് പറ, കർത്താവേ ഈ തലമുറയിൽ മറ്റു 10 പേര് ചെയ്ത് എനിക്ക് ചെയ്യണ്ട. നിങ്ങളുടെ പാസ്റ്റർ മാത്രമേ നല്ലൊരു ആമയും പറഞ്ഞുള്ളൂ. പറ, എനിക്ക് വ്യത്യസ്തമായതൊന്ന് ചെയ്യണം. ഈ തലമുറയിൽ വ്യത്യസ്തമായത്. അത് പാസ്റ്റർമാരോട് മാത്രമല്ല, ദൈവത്തിലെ നീ ആഗ്രഹിച്ച നിന്നെ കൊണ്ട് കർത്താവ് ജയിക്കും. സ്തോത്രം. നീ ആഗ്രഹിച്ചാൽ വ്യത്യസ്തമായതൊന്ന് കർത്താവ് നിന്നെ കൊണ്ട് ജയിക്കും. സ്തോത്രം. പറ, വ്യത്യസ്തമായതൊന്ന് എനിക്ക് ചെയ്യണം. മറ്റുള്ളവൻ അതിന്റെ ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നു. ചാടിപ്പിടിക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിലൊന്ന് സ്തോത്രം പറഞ്ഞു പറ. ഒരു വ്യത്യസ്തതയുടെ അഭിഷേകം, വ്യത്യസ്തതയുടെ മേഖല എന്റെ കർത്താവിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉടവര സന്ധരാധരാധരാധര ഉടവര വല വല ശതലരകതരകടകൾ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു കാര്യം പറയാം. ഈ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനുണ്ട്, അവൻ്റെ പേര് അന്യാസ്. അന്യാസ്. അവനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞ അവൻ സുവിശേഷകനുമല്ല, അപ്പോസ്തലനുമല്ല. അവനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞ ശിഷ്യനെന്ന ശിഷ്യൻ. ദമസ്കോസിൽ ഒരു ശിഷ്യനാണ്. ശിഷ്യൻ എന്ന് പറഞ്ഞ ഒരു വിശ്വാസി, പക്ഷെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്.
കാരണം കർത്താവ് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഒരു വാക്ക് പറയുന്നത്, ഒരു വലിയ സബ്ജക്റ്റാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും നമുക്ക് ശാന്തമായി പഠിച്ചു തുടങ്ങണം. സ്വതം അതിനകത്തൊരു ഭാഗത്തെത്തണം. എങ്കിലും ഒരു പദം ഒന്നും കൂടെ ആവർത്തിക്കുന്ന അന്യാസിനെ കുറിച്ച് പറഞ്ഞാൽ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശിഷ്യൻ, അത്രേ ഉള്ളൂ. അദ്ദേഹം പാസ്റ്ററല്ല, അപ്പോസ്തലനല്ല, ഇതൊന്നുമല്ല. പ്രവാചക ശബ്ദം കേട്ടു, പക്ഷെ പ്രാർത്ഥനാ മനുഷ്യന് അവനെ കൊണ്ട് ഒത്തിരിയും ജയിച്ചെന്നൊന്നും ബൈബിൾ വാക്കിൽ ഒറ്റ കാര്യം ജയിച്ചുള്ളൂ. നിങ്ങൾക്ക് ആർക്കും പിടികിട്ടില്ല. ഇരിക്കുന്നവനോട് പറഞ്ഞു, നീ പോയി ആ പൗലോസ് ശൗലെന്ന് പറഞ്ഞ ഒരുത്തനാണ് അവിടെ ഇരിപ്പുണ്ട്, അവൻ്റെ തലയിലോട്ട് കൈവച്ച് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് സ്നാനപ്പെടുത്തുക. എന്തിനാ അധികം ചെയ്യുന്നത്? സ്വതന്ത്രം ലക്ഷക്കണക്കിന് ആത്മാക്കളെ നേടിയവർ ഇന്ത്യക്കകത്തും ലോകത്തിലും ഉള്ളപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഈ മേലിലെ നിന്ന് അനന്യാസിനെ കുറിച്ച് പറഞ്ഞത് ആകപ്പാടെ സ്നാനക്കടവിൽ ഇറങ്ങി ഒരുത്തനേ ഉള്ളൂ. അവൻ്റെ പേരെന്നാ? പറ. പൗലോസ്. ഉറക്കെ പറഞ്ഞിട്ട് വാക്കന അവിടെ ചെല്ല്. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതാണ് അല്ലെങ്കിൽ ദമാസ്കസ് ഇരിക്കുമ്പോൾ അന്യാസിനോട് പറഞ്ഞത്, ശൗലെന്ന് പറയുന്നവൻ ആ നേർവീതിയിൽ ഇരിപ്പുണ്ട്, അങ്ങോട്ട് എന്നിട്ട് അവൻ്റെ തലയിലോട്ട് കൈവയ്ക്ക്, അവൻ കണ്ണ് കാണാതിരിക്കുക. നീ ചെന്ന് കൈവെക്കുമ്പോൾ അവൻ ദൂത് കണ്ടു, അവൻ വെളിപ്പാട് കണ്ടു. ചെന്ന് കൈവെക്ക് കുഞ്ഞെ. കൈവച്ചു, കണ്ണിന് കാഴ്ച വന്നു, സ്നാനപ്പെടുത്തി. ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയോ? പറ. ആയിരങ്ങളെ അറിയില്ല, പക്ഷെ ബൈബിളിൽ ഇല്ല. ആയിരങ്ങളെ സ്നാനപ്പെടുത്തിയോ? 10,000-ങ്ങളെ കൃപ കൊണ്ടുവന്നോ? ഇല്ല, ഒരുത്തനെ കൊണ്ടുവന്നുള്ളൂ. മതിയല്ലോ. എന്തിനാധികം? ഇന്നും ഈ രാത്രിയിലും ഞാൻ അനന്യാസിനെ കുറിച്ച് പറയുന്നത്, പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവ ദൈവ പൈതലേ, നിന്നെ കൊണ്ട് ഒരുത്തനെ ദൈവകൃപയിലേക്ക് നയിച്ചാൽ മതി. സ്തോത്രം. അവൻ അല്ലെങ്കിൽ പ്രസിദ്ധനായാൽ നിന്നെ ഒരു രാജശില്പിയാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കരുത്തുണ്ട്. പറ. അത് കേവലം അപ്പോസ്തലന്മാരല്ല, പാസ്റ്റർമാരല്ല, ഒരു ശിഷ്യൻ കർത്താവേ എനിക്ക് തരുന്ന ഒന്ന്, അതൊരു നല്ല പ്രൊഡക്ഷൻ ആയിരിക്കണം. ശ്രദ്ധിക്കണം. മടങ്ങി വരിക. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ സഭകൾ സ്ഥാപിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഓടി വാക്യത്തിലേക്ക് കയറി ചില വചനങ്ങൾ പഠിക്കണം. അപ്പോൾ AD 50 പൗലോസ് രണ്ടാമത്തെ മിഷയാത്ര ചെയ്ത് അങ്ങനെ കൊരിന്ത് സഭ സ്ഥാപിച്ചു. AD 52 സഭയ്ക്കകത്തുണ്ടായ ചില മൂല്യച്യുതികൾ. ആ മൂല്യച്യുതികൾ വന്നു കഴിഞ്ഞപ്പോഴാണ് 1 കൊരിന്ത്യ ലേഖനം താൻ എഴുതുന്നത്. സ്വതം 2 വർഷം കൊണ്ട് മൂല്യച്യുതി വന്നു. വിവരിക്കുന്നില്ല. സ്വതം ഒന്നും കൂടെ രാവിലെ പറഞ്ഞ ദൂത് പരിശുദ്ധാത്മാ വചനത്തിൽ നിന്ന് ഓർപ്പിക്കുന്നു. ഒരു ചെറിയ മിസ്റ്റേക്ക് ആയാൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്? കണ്ണടച്ച് കാണിക്കരുത്. നിങ്ങൾക്കൊല്ലം മനസ്സിലാകുന്നു? ഒന്നും കൂടെ ഞാൻ പറയുന്നു. ഒരു ചെറിയ, എനിക്കറിയില്ല, രാവിലെ വന്ന വിഷയം തന്നെ വചന വെളിപ്പാട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഒരു ചെറിയ, കാരണം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രൊജക്ട് വലുതാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക്, ഞാൻ ഇത് മനസ്സിലാകാൻ എല്ലാവർക്കും പിടികിട്ടാൻ വേണ്ടി, നമുക്കറിയാം ഇരമ്യാവിനെ ദൈവം ഒരു കുശവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നല്ലേ. അല്ലെ പാസ്റ്റർ ഇങ്ങനെ പോയാൽ അങ്ങനെ, എനിക്കറിയില്ല, എവിടെ ചെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാകുന്ന രീതി അങ്ങ് പറഞ്ഞു പോയി. കാരണം ഞാൻ സ്പീഡിൽ എൻ്റെ ശൈലി പ്രസംഗിക്കാൻ പോയി ആർക്കും പിടികിട്ടുകയില്ല. സ്വതം അല്ലെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവുക. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഇരമ്യാവിന് ഒരു കുശവന്റെ വീട്ടിലോട്ട് ചെന്നു. ഇരമ്യാവ് ചെന്ന് കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കുശവൻ തന്റെ ചക്രത്തിൽ വെച്ച് മൂശ വെച്ച് പാത്രം മെനയുന്ന പാത്രം ഇരമ്യാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാത്രം അങ്ങ് ഉടഞ്ഞുപോയി. ആരുടെ കയ്യിലിരുന്ന്? കുശവന്റെ കയ്യിലിരുന്ന് പാത്രം ഉടഞ്ഞു. അങ്ങനാണെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റ വാക്ക് പറയും, കുശവന് പണി അറിയത്തില്ലെന്ന് പറയും. അങ്ങനാണെങ്കിൽ ഈ കുശവനെന്ന് വിളിക്കാൻ പറ്റുമോ? പിടികിട്ടില്ല. കുശവന് പണി അറിയാത്ത കുശവനെ നമ്മൾ കുശവനെന്ന് വിളിക്കുവോ? ഇല്ല. വിളിക്കുവോ? അവന് കുശവനെന്ന് പേര് വന്നതിന്റെ കാരണമല്ല. കുശവനെന്ന് പറഞ്ഞാൽ എന്നാ? പാത്രം ഉണ്ടാക്കുന്നതിന്റെ പേരാ എന്ത്? കുശവൻ. നമ്മൾ ആരും കണ്ടിട്ടില്ല, വടക്കേന്ത്യ ചെന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലരിയാസ്വറ കുശവൻ എന്ന് ഒരുവന് പേര് പറഞ്ഞെങ്കിൽ അവന് പാത്രം ഉണ്ടാക്കാൻ പഠിക്കുന്നവനല്ല, പാത്രം ഉണ്ടാക്കിയവനാണ്. പല പാത്രങ്ങൾ ഉണ്ടാക്കിയവനാ. ദൂത ഞാൻ വചന വെളിപ്പാടാ പറയുന്നത്. പല പാത്രങ്ങൾ ഉണ്ടാക്കിയവനാ കുശവൻ. അതുകൊണ്ട് അവന് കുശവൻ എന്ന് പേര് വന്ന. പക്ഷേ പല പാത്രങ്ങൾ ഉണ്ടാക്കിയ കുശവന്റെ കയ്യിൽ ഒരു പാത്രം എന്ത് ചെയ്തു? ഉടഞ്ഞു. ശ്രദ്ധിക്കണേ. അപ്പൊ ഇരമ്യാവിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പാത്രം, ഈ കുശവൻ എന്തോ ചെയ്യും? എന്റെ വിഷയം അതല്ല. ഞാനൊരു വാക്ക് പറയാം. കുശവന് പണി അറിയാഞ്ഞിട്ടല്ല, കുശവന്റെ മൂശയുടെ പ്രശ്നമല്ല, പാത്രത്തിലുള്ളൊരു പ്രശ്നമാണ് സംഭവിച്ചത്. എന്തുകൊണ്ട് ആ പാത്രം അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോയെന്നറിയാമോ? അല്ലെങ്കിൽ കളിമണ്ണ് എടുത്ത് കുഴയ്ക്കുമ്പോ കുശവന്റെ വിരല് ഇതിനകത്തൂടെ കേറിപ്പോവും. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അല്ലെ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെയല്ല, വിരല് വെച്ചാണ് കുഴയ്ക്കുന്നത്. നമ്മൾ കൈവച്ചാ ചപ്പാത്തി കുഴയ്ക്കുന്നത്, കുശവൻ വിരല് വെച്ചാണ് കളിമണ്ണ് കുഴയ്ക്കുന്നത്. ഇങ്ങനെ വിരല് വെച്ച് ഓടിക്കുമ്പോഴുണ്ടല്ലോ, എവിടെങ്കിലും ഒക്കെ ചെറു തരി കല്ല് കിടക്കും. ഈ കല്ലൊക്കെ വിരലെ തട്ടും. അതൊക്കെ ഈ കുശവൻ പറക്കി കളയും. എന്നാൽ കുശവന്റെ കയ്യിലുടക്കാത്ത, കുശവന്റെ വിരലിലുടക്കാത്ത, കുശവന്റെ കണ്ണിപ്പെടാത്ത ഒരു തരിക്കല്ല് എവിടോ കിടന്നു. അതറിയാതെ ഈ പാത്രം തന്നെ ഞപ്പ കയറി ഈ കൈ ഇതിനകത്തോട് ഓടിയപ്പോഴുണ്ടല്ലോ, ഈ കയ്യേൽ ആ കൊച്ചു കല്ല് അത് തടയാനിടയായി. ആ പാത്രത്തെ മൊത്തം ഉടച്ചു കളഞ്ഞെങ്കിൽ പരിശുദ്ധ
പരിശുദ്ധാത്മാവിന്റെ രാത്രി വചനത്തിൽ കൂടെ പ്രവചിക്കുക, നാം ഒരുക്കിയെടുക്കുന്ന ദൈവസഭ അതിനകത്തൊരു ചെറു കല്ല് പോലും കാണല്ല്, അത് ഉടച്ചു കളയും കേട്ടോ. അത് പാത്രത്തെ മൊത്തം നശിപ്പിക്കും. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. അതുകൊണ്ട് യാതൊരു എക്സ്ക്യൂസും, ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? നമ്മുടെ മൈക്ക് മാറ്റി പറ. നമ്മുടെ ഈ സമൂഹത്തിനകത്ത് ഒരു കൂട്ടരുണ്ട്. അവരുടെ ആസ്ഥാനം ഇവിടെ കേരളത്തിലെ കൊട്ടാരക്കരയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത ആ സ്ഥലം ഒന്ന് പറഞ്ഞ ആരെയും പ്രൈസ് ചെയ്യല്ല. ഒരു കാര്യത്തിൽ ഒരു മയവും ഇല്ലാത്ത കൂട്ടരാണ്. നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ല? നിങ്ങൾ എന്നെ അത്ഭുതപ്പെട്ടൊക്കെ നോക്കുന്നു. സാറൻ അവരുടെ ആസ്ഥാനം കേരളത്തിലെ കൊട്ടാരക്കര, ഇന്ത്യയിലത് ചെന്നൈയിലുമാണ്. മനസ്സിലായി കാണും എന്ന് പറഞ്ഞാൽ സ്വതന്ത്രം കാര്യമൊക്കെ ഉപദേശം കറക്റ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാര്യങ്ങൾക്ക് എന്തോ ഇല്ല, പറ, ഒരു എക്സ്ക്യൂസും ഇല്ല. അവിടുത്തെ മൂപ്പന്മാർ പറയുന്നത് പോലെ കാര്യങ്ങൾ പോയില്ലെങ്കിൽ അപ്പോഴേ പണിഷ്മെൻ്റാണ്. അതുകൊണ്ട് വളർച്ചയില്ലേ. എവിടെ എടുത്താലും സിറ്റികളിൽ അത് 1000, 2000, തിരുവനന്തപുരത്ത് 5000 പേരാ. ശ്രദ്ധിക്കണം ദൈവത്തിലെ, ഞാൻ പറഞ്ഞതിൻ്റെ ആഴം മനസ്സിലായി. നിങ്ങൾ എന്നോട് പിണങ്ങല്ല, കൃപ പറയാൻ പോകുക. ദൈവാത്മാവ് ഇപ്പം പറഞ്ഞത് ഒരു ഉപദേശമല്ല പറഞ്ഞത്, അല്ലെങ്കിൽ വെളിപ്പാടാ പറഞ്ഞത്. അതുകൊണ്ട് ബൈബിളിലൊരു വാക്യമുണ്ട്, ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലത്തെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇരിക്കുന്നത് 10, 50, 60 ലിറ്റർ തൈലമാണ്, നല്ല ഒന്നാന്തരം രോഗശാന്തിയുടെ തൈലം. ഒറ്റ ഈച്ച മതി കേട്ടോ. അതുകൊണ്ട് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഒരു തലത്തിലും ഉപദേശ വിഷയത്തിൽ എന്ത് പറഞ്ഞു, നമ്മൾ പറഞ്ഞ ഉപദേശമല്ല, ജനത്തിലൊരു ചെറിയ വീഴ്ച വന്നാൽ പോലും അത് ദൈവസഭയ്ക്ക് കേടുവരുത്തുമെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവ് ശാസിക്കേണ്ടതിനെ ശാസിക്കാൻ, ഗുണീകരിക്കേണ്ടതിനെ ഗുണീകരിക്കാൻ എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവത്തിലെ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ദൈവകൃപ ഉള്ളത് മാത്രം ആലയത്തിൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറ. ഞാൻ അവിടെ നിന്നോട്ടെ, ഞാൻ ഇന്ന് ശാന്തമായി പോകുന്നുണ്ട്. വടവാതൂർ ശാലയും IPC സഭയുടെ സ്ഥാപകരുണ്ട്, PM ബിലിപ്പപ്പച്ചൻ. നിത്യത ഞാൻ കണ്ടോണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ 4 അടി പൊക്കവും. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറിൽ ഞാൻ പങ്കെടുത്തു 2000. ഈ PM ബിലിപ്പപ്പച്ചൻ്റെ സഭയിലെ വടവാതൂർ ശാലേമി ഏതെങ്കിലും ഒരു വലിയ സഭയാണ്, ഏതെങ്കിലും ഒരു വിശ്വാസി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ ആദ്യം ബിലിപ്പപ്പച്ചൻ മാത്രം, PM ബിലിപ്പപ്പച്ചൻ തന്നെ പോയി വഴക്ക് പറയും. കേൾക്കാതെ വരുമ്പോൾ ബൈബിളിലൊരു വാക്യമുണ്ട്, മത്തായി 18:18. അത് വെച്ചിട്ട് സഭയിൽ എടുക്കണ്ട, ഇത് ഉപദേശം സ്വതം മത്തായി 18:18 വെച്ചിട്ട് സഭയിലെ 2-3 മൂപ്പന്മാരെയും വിളിച്ചുകൊണ്ട് പോകും. കേട്ടില്ലെങ്കിൽ പിന്നെയും ചെയ്തേച്ച് സഭയെ വന്നാൽ ഈ PM ബിലിപ്പപ്പച്ചൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പച്ചൻ ശാലയം സഭയുടെ വാതിക്കെ പോയി അവിടെ നിൽക്കും ഞായറാഴ്ച രാവിലെ. ഇദ്ദേഹം വരും പറയും, നീ ഈ സഭയിൽ എന്ത് ചെയ്യണ്ട, വരണ്ട. അതിൻ്റെ കാരണം അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം, നീയോ സ്വർഗത്തിൽ വരത്തില്ല, നിന്റെ സ്തോത്രകാഴ്ച എവിടെ വരണ്ട. നിനക്കാർക്ക് മനസ്സിലായില്ല? നീ എവിടെ വരത്തില്ല? സ്വർഗത്തിൽ വരത്തില്ല. നിന്റെ സ്തോത്രകാഴ്ച എവിടെ വരണ്ട? സ്വർഗത്തിൽ വരണ്ട. കാരണം ഞാൻ സ്വർഗത്തിൽ പോവും. പിൻപാപ്പച്ചൻ പറഞ്ഞ വാക്കങ്ങനെയാണ്, ഞാൻ സ്വർഗത്തിൽ പോവും, നീ വരാതെ നിന്റെ സ്തോത്രകാഴ്ച എവിടെ വന്നാ ആ സ്തോത്രകാഴ്ച അവകാശമില്ലാതെ നിലവിളിക്കുന്നത് കാണാനുള്ള കണ്ണ് എനിക്കില്ലാത്തത് കൊണ്ട് നീ ഇവിടെ വരണ്ട, നിന്റെ സ്തോത്രകാഴ്ച ഇവിടെ വരണ്ട. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഒരു നല്ല പ്രൊഡക്ഷൻ നമ്മുടെ അകത്തു നിന്ന് ഒന്ന് പുറത്തേക്ക് വരത്തക്ക വേണം. കർത്താവേ, 10 ഉള്ളോ, അല്ല 1000 ഉള്ളോ, 10,000 ഉള്ളോ, 1,00,000 ഉള്ളോ, കർത്തൃക്കാഹളം ധ്വനിക്കുമ്പോ നിത്യതയുടെ വാദഗാനത്തിനു മുമ്പിൽ തടയപ്പെടുന്ന ഒന്നുപോലും ഞങ്ങളുടെ ആലയത്തിൽ കാണരുത്. ആഗ്രഹിക്കുന്നവരൊക്കെ കരമുയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. മടങ്ങി വരികയാണ്. ശ്രദ്ധിക്കണേ, അങ്ങനെ പൗലോസ് സഭ സ്ഥാപിക്കുന്നെന്ന് പറഞ്ഞാൽ കൊരിന്ത്യ സഭയ്ക്കകത്തെ 6 മൂല്യച്യുതികൾ, ഒന്നും തൊടുന്നില്ല, തൊട്ടാൽ നമുക്ക് സമയമില്ല. 6 മൂല്യച്യുതികളെ ചൂണ്ടിക്കാണിച്ചാണ് 1 കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. ആ കൊരിന്ത്യ ലേഖനം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സഭയ്ക്കകത്ത് മുറിവുണ്ടായി. അങ്ങനെ ആ ദൈവാത്മാവിന്റെ ശബ്ദം വന്നാൽ എന്തോ വരും, മുറിവ് വരും. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന് രാത്രിത്തെ മീറ്റിംഗ് ബ്ലെസ്സിങ് ആയെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാ? ഇന്നത്തെ രാത്രി മീറ്റിംഗ് വലിയ അനുഗ്രഹമായിരുന്നെന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയോടെ വന്നവ സ്വസ്ഥതയോടെ പോകുമ്പോൾ നമ്മൾ പറയുന്ന രാത്രിയിലെ മീറ്റിംഗ് അനുഗ്രഹമാണ് അല്ലേ? അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്? അല്ലെങ്കിൽ ഇന്ന് അസ്വസ്ഥതയോടെ വന്നവരൊക്കെ ഡെലിവറൻസ് പ്രാപിച്ച് സ്വസ്ഥതയോടെ പോയാൽ നമ്മൾ പറയും ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹം. അതല്ല അനുഗ്രഹം. അസ്വസ്ഥതയോടെ വന്നവൻ സ്വസ്ഥതയോടെ പോകണം, സ്വസ്ഥതയോടെ വന്നവൻ അസ്വസ്ഥതയോടെ പോകണം. നിങ്ങൾക്ക് ആർക്കും പിടികിട്ടിയില്ല സാറം എങ്ങനെ പോകണം? ഇന്ന് ആരെങ്കിലും രാത്രിയിൽ എല്ലാം ഓക്കെ എന്നും പറഞ്ഞ് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ പോകണം?
ഉറക്കെ പറയാം, അല്പം ഒരു അസ്വസ്ഥതയോടെ പോകണം. സ്വതം കാരണം ഇനി ഞാൻ ശരിയാകാനുണ്ടെന്നൊരു ബോധം അവന് വേണം. എന്നാൽ അപ്പോൾ തന്നെ ആരെങ്കിലും വേദനയോടെ, കണ്ണീരോടെ, അസ്വസ്ഥതയോടെ വന്നെങ്കിൽ അവൻ സ്വസ്ഥതയോടെ പോകണം. ക്രിസ്ത്യൻ മെസ്സേജിന്റെ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തലമാ. അതുകൊണ്ടൊന്ന് പറ, കർത്താവേ, മാറ്റം വരേണ്ട മണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് മാറ്റം തരാനിടയാകണം. പോട്ടെ, അങ്ങനെ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം എഴുതി. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് വേറെ പിതാക്കൾ പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം താൻ എഴുതുന്നു. ആ കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ പൗലോസ് കൊരിന്ത്യ സഭയെ ഉപദേശിക്കുന്ന ഒരു ഉപദേശ വിഷയമാണ് നമ്മൾ എടുക്കുന്നത്. ആ വാക്യം ഒന്ന് ശാന്തമായി വായിച്ച് നമ്മൾ ആ വാക്യത്തിലേക്ക് കയറുക. ഇനി ഏകദേശം 1 മണിക്കൂർ, 1.25 മണിക്കൂറിനകത്ത് ഓടിച്ചില ചിന്തകൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പെട്ടെന്ന് വായിച്ചോട്ടെ ആ വാക്യം. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ തന്നെ പറഞ്ഞു വിടാം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുക, അല്പം ടഫാണ് ഇതുവരെ പറഞ്ഞ ചരിത്രം. ഇനി നമ്മൾ ടഫായ സബ്ജക്റ്റിലേക്ക് കയറാൻ പോകുക. അതുകൊണ്ട് അല്പം കൂടെ ശാന്തമായി പോയിന്റായി പറഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ട 3 വിഷയമാണ്. ഒന്ന്, ദൈവകൃപ എന്നാൽ എന്താണ് ദൈവകൃപ? നമ്മൾ പലപ്പോഴും പറഞ്ഞ വാക്കില്ലേ, പാടുമ്പോൾ നമ്മൾ പറയത്തില്ലേ ദൈവകൃപ. ഇന്ന് രാത്രി ഒരു കൊച്ചു സബ്ജക്റ്റാണ്. എന്താണ് ദൈവകൃപ? എന്താണ് അവിടെ കിടക്കുന്നത്? നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ അതെന്തായി തീരരുത്. അങ്ങനല്ലേ വായിച്ച വാക്ക് 1-ാം വാക്യം അവിടെ നോക്കിയേ, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ അത് വ്യർത്ഥമായി തീരരുത്. അങ്ങനാണെങ്കിൽ കൃപ എന്താകാം? ഉറക്കെ പറ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, AD 54-55 ആയപ്പോൾ ലേഖനം എഴുതിയ പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ അതെന്താകരുത്? വ്യർത്ഥമായി തീരരുത് എന്നാണ് കിടക്കുന്നത്. അങ്ങനാണെങ്കിൽ അതിനകത്തൊരു ധ്വനിയുണ്ട്. ദൈവകൃപ എന്താക്കാം? വ്യർത്ഥമാക്കാം, ആകത്തില്ല, ആക്കാം. ആർക്ക്? പ്രാപിച്ചവനാക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് എന്താ ദൈവകൃപ എന്ന് നമുക്കൊന്ന് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. ദൈവകൃപ എന്താണെന്ന്, എത്ര ടൈപ്പ് ദൈവകൃപ ഉണ്ടെന്ന്, എങ്ങനെ ആ ദൈവകൃപ വ്യർത്ഥമാകുന്നത്, ഈ 3 കാര്യമാണ് ചിന്തിക്കേണ്ടത്. ഒന്നും കൂടെ ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. എന്താണ് ദൈവകൃപ? എന്താണ് ദൈവം അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. എന്താണ് ദൈവകൃപ? എത്ര ടൈപ്പ് ദൈവകൃപയുണ്ട്? അല്ലെ, വേറെ പുസ്തകത്തിൽ എല്ലാ ദൈവകൃപയും ഒരു കൃപയല്ല, അത് വ്യത്യസ്ത കൃപകളാണ്. വിശേഷാൽ ഒന്നും കൂടെ പറയുന്നു, 5 വ്യത്യസ്ത കൃപകളെ കുറിച്ച് ബൈബിൾ പറയുന്നു. ഏതൊക്കെയാണ് 5 കൃപകൾ? എങ്ങനെയാ ഇത് വ്യർത്ഥമായി തീരുന്നത്? ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ കൃപ വ്യർത്ഥമാകാനല്ല. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞതുപോലെ ഉപവാസം ഈ ആഴ്ച തീരും. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ പ്രാപിച്ച അഭിഷേകം, പ്രാപിച്ച ദൈവകൃപ, പ്രാപിച്ച ദൈവാത്മ പകർച്ചകൾ ഇത് നമുക്ക് എന്താക്കാം? വ്യർത്ഥമാക്കാം. അരുത്. നാം പ്രാപിച്ച ദൈവകൃപ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഏത് മേഖലകളുടെ കൃപ നമ്മൾ പ്രാപിച്ചെന്നറിഞ്ഞ് അതിൽ തന്നെ അവസാനം വരെ നിൽക്കാൻ കൃപ ആഗ്രഹിക്കുന്നവർ ശ്രോത്രം പറഞ്ഞാട്ടെ. ഇത് നമ്മുടെ വിഷയത്തിലേക്ക് കയറുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഹല്ലേലൂയ അവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ അത് വ്യർത്ഥമായി തീരുന്നെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ സഹപ്രവർത്തിക്കാരായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അടുത്തത് പറയുന്നു, പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിങ്ങളെ സഹായിച്ചുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതി? യെശയ്യാവ് എഴുതി. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് നിർത്തി പറഞ്ഞാലേ ഇനി മനസ്സിലാവും. ചില ടഫാ. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമല്ല. എല്ലാവരും ബൈബിൾ നോക്കിയേ, ശ്രദ്ധം പഠിക്കുക, ശാന്തമായി പഠിക്കുക. 6:2 പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളി. അപ്പൊ പ്രസാദകാലത്ത് എന്തോ ഉണ്ട്? ഇന്ന് രാത്രി ഇതൊന്നും തൊടാൻ നമുക്ക് സമയമില്ല. ഇപ്പൊ പറഞ്ഞങ്ങ് വിടുക. പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളി. അപ്പൊ പ്രസാദകാലത്ത് എന്തുണ്ട്? ഉത്തരം. ഉറക്കെ പറ, ഉത്തരവുണ്ട്. എന്ത് പറഞ്ഞ? നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം മാറി നിൽക്കില്ല. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എന്റെ ദൈവത്തിന് ഉത്തരവുണ്ട്. ഈ 21 ദിവസം നീ ദൈവത്തിലെ ഉപവസിച്ച വിഷയത്തിന്മേൽ, അത് ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, ശാരീരമാകട്ടെ, സാമ്പത്തികമാകട്ടെ, തലമുറയാകട്ടെ, നീ പറയുന്ന വിഷയത്തിന്മേൽ എന്റെ കർത്താവിന് ഉത്തരവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിങ്ങളെ സഹായിച്ചു. അപ്പൊ എന്തുണ്ട്? സഹായമുണ്ട്. സ്വതം. എന്നിട്ട് അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നിങ്ങൾ അല്പം ടഫാണ്, ഞാൻ അവിടെ നിൽക്കുക മനസ്സിലാകാൻ, എല്ലാവർക്കും മനസ്സിലാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ പൗലോസ് ഒരു കാലത്ത് ഇതൊരു പ്രസംഗമല്ല, വചനം പഠിക്കുക. പഠിച്ച് വന്നിട്ടൊരു ദൂത് പറയാം. പൗലോസ് ഒരു കാലത്തെ 3 പേര് വിളിക്കുന്നു. ഒന്ന്, കൃപയുടെ കാലം. എന്നാ? കൃപയുടെ കാലം. 2, പ്രസാദകാലം അല്ലെ സുപ്രസാദകാലം. 3, രക്ഷാ ദിവസം. നിങ്ങൾ ശ്രദ്ധിക്കണേ, അല്പശാന്തമായി ഇങ്ങനെ ഇരുന്നാൽ മതി, എങ്ങനെ മനസ്സിലാകൂ. ഒന്നുകൂടെ പറയാം. ഏതോ ഒരു കാലത്തെ പൗലോസ് വിളിക്കുന്ന 3 പേരുകളാണ്.
ഒന്നാമത്തെ പേരെന്നാ? കൃപയുടെ കാലം. എന്നാ ഉറക്കെ പറഞ്ഞേ? കൃപയുടെ കാലം. എല്ലാവരും ധൈര്യത്തോടെ പറ. ഇന്ന് രാത്രി നമ്മൾ ഒരു വിടുതൽ പ്രാപിച്ചേ പോകത്തുള്ളൂ. അവസാനം പ്രാർത്ഥിക്കും. ഇത് കൃപയുടെ കാലം. 2 സുപ്രസാദ കാലം. 3 രക്ഷാദിവസം. ഒന്നും കൂടെ വാക്ക് പറഞ്ഞാട്ടെ. 1 കൃപയുടെ കാലം, കൃപയുടെ കാലം. രണ്ടാമത്തത് സുപ്രസാദ കാലം. മൂന്നാമത്തെ പേര് രക്ഷാദിവസം. ഈ 3 പേര് പറയുന്ന ഒന്നും കൂടെ ഞാൻ ആ വാക്യം പറയാൻ മനസ്സിലാകും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ അത് വ്യർത്ഥമായി തീരരുത് എന്ന് സഹപ്രവർത്തിക്കാരായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ ആരാണ്? കൃപ പ്രാപിച്ചവരാണ്. നിങ്ങൾക്ക് കൃപ ലഭിച്ചെങ്കിൽ പറയാം, നിങ്ങൾ പ്രാപിച്ച ദൈവകൃപയ്ക്ക് ഒരു കാലമുണ്ട്. മനസ്സിലായോ? അടുത്തത് പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? എല്ലാ കാലത്തും ഞാൻ ഉത്തരം പറയില്ല. പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. രക്ഷാദിവസത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടെ മനസ്സിലായി. പൗലോസ് ഈ കാലത്തെ വിളിച്ച പേരാണ്. ഈ സഭയുടെ കാലഘട്ടത്തെ വിളിക്കുകയാണ്. ഇത് കൃപയുടെ കാലമാണ്, ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാദിവസമാണ്. നിങ്ങളാരും സ്തോത്രം പറഞ്ഞില്ല. അത് മനസ്സിലാകണമെങ്കിൽ അല്പം കൂടെ ഒന്ന് പോകണം. എല്ലാവർക്കും ഇനിയും പറഞ്ഞ കാര്യം പിടിയിട്ടില്ല. വേദപുസ്തകം കാലങ്ങളെ 7ആയി തിരിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. 7ആയി. ഞാൻ എന്തോ തൊട്ടു പോവുകയാണ് മനസ്സിലാകുന്നവർക്ക് വേണ്ടി മാത്രം. വേദപുസ്തകത്തിൽ ഒരു കാലമല്ല, 7 കാലമാണ്. 1-ാം കാലം അനാദികാലം. വേദപുസ്തകത്തിന്റെ 1-ാം കാലം അനാദികാലം. 2-ാം കാലം പൂർവ്വകാലം. 3-ാമത്തെ കാലം ന്യായപ്രമാണകാലം. 4-ാമത്തെ കാലം സുവിശേഷകാലം. 5-ാമത്തെ കാലം പരീക്ഷാകാലം. 6-ാമത്തെ കാലം സഹസ്രാബ്ദകാലം. 7-ാമത്തെ കാലം കാലം ഇല്ലാത്ത കാലമല്ല, അത് കുഞ്ചൻ നമ്പിയാരുടെയാ. കാലം ഇല്ലാത്ത കാലം. എന്നാ ഉറക്കെ പറഞ്ഞ വാക്ക് അല്ല. എന്ത് പറഞ്ഞാൽ ദൂതൻ സ്വർഗത്തിലേക്ക് കരവുയർത്തി വിളിച്ചു പറഞ്ഞു, ഇനി എന്തുണ്ടാകില്ല? കാലമുണ്ടാകത്തില്ല. ടൈംലെസ് ടൈം. അതായത് പൂർവ്വ നിത്യത മുതൽ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമ്മളായിരിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ചത് അബ്രഹാമിനല്ല, ഇസഹാക്കിനല്ല, യാക്കോബിനല്ല, ദാവീദിനല്ല. ഇന്ന് രാവിലെ ഞാൻ അബ്രഹാമാണ് പ്രസംഗിച്ചത്. ഞാൻ ഇങ്ങനെ ഇന്ന് രാത്രി പറയാം, അബ്രഹാമിനേക്കാൾ ഭാഗ്യം ചെയ്ത ഒരുവനുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളുമാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. അബ്രഹാം, നോഹയല്ല ഭാഗ്യം ചെയ്തവൻ. ഹല്ലേലൂയ. അല്ല ഹാനോക്കല്ല ഭാഗ്യം ചെയ്തവൻ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവവേദനെ ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, ഈ തലമുറ ജീവിക്കാൻ, ഈ തലമുറ ജനിക്കാൻ, ഈ തലമുറ നിന്നെ കണ്ടെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഞാനാ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഒന്ന് സ്തോത്രം പറയാൻ പറ്റിയൊരു ഇതിലെ അല്ല. ശ്രദ്ധിക്കണം. അപ്പൊ കാലം എത്രയാണ്? മൊത്തത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന 7 കാലങ്ങളാണ്. 1-ാമത്തെ കാലം, വാക്യമൊക്കെ ഉണ്ട്, ഭാഷ ഉണ്ട്, സമയമില്ല എനിക്ക്. 1-ാമത്തെ കാലം അനാദികാലം. ഉറക്കെ പറഞ്ഞാട്ടെ, അനാദികാലം. ഏത് ആ കാലം ഏതെന്ന് ചോദിച്ചാൽ എഴുതുന്നവർക്ക് വേണ്ടി മാത്രം പറ. ഉൽപ്പത്തി പുസ്തകം 1-1 മുതൽ 1-3 വരെയുള്ള കാലമാണ് അനാദികാലം. ഉൽപ്പത്തി പുസ്തകം 1-1 തൊട്ട് 1-3 വരെയുള്ള വാക്യം, ആ 2 വാക്യമാണ് ഏത്? അനാദികാലം. അർത്ഥാൽ പ്രീ ഹിസ്റ്റോറിക്കൽ ടൈം. വേദപുസ്തകം ആ കാലം കൊടുത്ത പേരാണ് അനാദികാലം. വിവരിക്കാൻ പോയ ദൂത് പോവും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. 2-ാമത്തെ കാലം പൂർവ്വകാലം. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ, അതായത് മോശ സീനായ് മലയിൽ പ്രമാണം പ്രാപിക്കുന്നത് വരെയുള്ള കാലം, ആ കാലത്തിന്റെ പേരാണ് പൂർവ്വകാലം. എന്ന കാലം? ആൻഷ്യന്റ് ടൈം, പൂർവ്വകാലം. മോശ സീനായി പ്രമാണം പ്രാപിച്ച് എന്റെ യേശുവിന്റെ ജനനം വരെയുള്ള കാലമാണ് ന്യായപ്രമാണകാലം. ന്യായപ്രമാണകാലം. അത് കഴിഞ്ഞിട്ട് യേശുവിന്റെ ജനനം മുതൽ കർത്താവായ യേശുവിന്റെ മടങ്ങി വരവിന്റെ 2-ാമത്തെ വരവിന് 2 ഫേസ് ഉണ്ട്. രഹസ്യ വരവുമുണ്ട്, പരസ്യ വരവുമുണ്ട്. രഹസ്യ വരവ് വരെയുള്ള കാലമാണ്, അതിന്റെ കാലമാണ് സുവിശേഷകാലം. നിങ്ങൾക്ക് ആർക്കും പിടിയിട്ടില്ല. സ്വന്തം ദൈവദാസന്മാർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും. യേശു 2-ാമത് വരുമെന്ന് പറഞ്ഞാൽ ഒറ്റ വരവല്ല, 2 വരവാണ്. ഹലോ, ഇന്ന് രാത്രി 17-ാമത്തെ രാത്രി വചനം പഠിക്കുക. ദൂരം അല്ല, യേശുവിൻ്റെ 2-ാം വരവെന്ന് പറഞ്ഞാൽ ഒറ്റ വരവല്ല. കർത്താവ് രഹസ്യത്തിലും വരും, പരസ്യത്തിലും വരും. 2-ാം വരവെന്ന 2ൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ പേര്, അതൊരു പാക്കേജാണ്. പക്ഷെ അത് 2 വരവുണ്ട്. രഹസ്യവരവുണ്ട്, പരസ്യവരവുണ്ട്. ആ രഹസ്യവരവിൻ്റെ പേര് മധ്യാകാശ വരവെന്നും പരസ്യവരവിൻ്റെ പേര് മഹത്വ വരവെന്നുമാണ്. രഹസ്യമായി കർത്താവ് വരുന്ന മധ്യാകാശത്തിൽ വരും, പരസ്യമായി കർത്താവ് വരുന്ന ഒലിവുമലയിൽ വരും. രഹസ്യമായി യേശു വരുന്നത് ഹല്ലേലൂയ സഭയ്ക്ക് വേണ്ടി വരും, പരസ്യമായി വരുമ്പോൾ സഭയും കൊണ്ടുവരും. ഈ രഹസ്യവരവിനും പരസ്യവരവിനും ഇടയ്ക്ക് 7 വർഷത്തെ കാലമുണ്ട്. ആ കാലത്തിന്റെ പേരാണ് പരീക്ഷാകാലം.
അല്ലെങ്കിൽ മഹോപദ്രവകാലം. പോട്ടെ, നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകില്ല, മനസ്സിലാകുന്നവർക്കായി ശ്രോതം. അപ്പോ അല്ലെങ്കിൽ യേശുവിന്റെ രഹസ്യവരവിന്റെ ആദ്യത്തെ ഫേസ്, അതായത് രഹസ്യവരവ്, രണ്ടാം വരവിന്റെ രഹസ്യ വരവ്, ആ വരവിൻ വരെയുള്ള കാലമാണ് ഏത്? പറഞ്ഞ സുവിശേഷകാലം. ഈ കാലം നമ്മളിരിക്കുന്ന ഏത് കാലമാ? ഉറക്കെ പറ. സുവിശേഷകാലം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2000 വർഷം. എന്ന് വരെ പോകുമെന്ന് അറിയത്തില്ല. ഇനി 10,000 വർഷം പോയാലും പോകത്തില്ല കേട്ടോ. നമ്മുടെ തലമുറയിൽ തന്നെ കർത്താവിന്റെ വരവ് കാണാം. എന്ന് വരെ ഉണ്ടോ? ഇന്നായാലും നാളെ ആയാലും 10,000 വർഷം പോയാലും എന്റെ യേശു എന്ന് അവന്റെ രഹസ്യ വരവ് വരെ വരുമോ? അതുവരെയുള്ള കാലമാണ് സുവിശേഷകാലം. ഒന്ന് സ്തോത്രം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് 7 വർഷം അല്ല പരീക്ഷാകാലം, അത് കഴിയുമ്പോൾ 1000 വർഷം സഹസ്രാബ്ദകാലം, ഏറ്റവും അവസാനം ഒരു കാലമുണ്ട്, കാലം ഇല്ലാത്ത കാലം. സ്വതം. അപ്പൊ ഇങ്ങനെ 7 കാലങ്ങളുണ്ട്. അതിനകത്തെ ഒരു കാലത്തിന്റെ പേരാണ് സുവിശേഷകാലം. നിങ്ങളൊന്ന് സ്തോത്രം പറഞ്ഞേ, അതൊന്ന് കാണാതെ പറയാവോ? സ്തോത്രം. ഒന്നാമത്തെ കാലം ഉറക്കെ പറ. ഒന്നാമത്തെ കാലം കാണാതെ പഠിക്കാം. എന്താ ഞാൻ വന്നതിന്റെ അത്ര ഒരു ഗുണമായിട്ട്. ഒന്നാമത്തെ കാലം, രണ്ടാമത്തെ കാലം, മൂന്നാമത്തെ കാലം, നാലാമത്തെ കാലം, അഞ്ചാമത്തെ കാലം, പരീക്ഷാകാലം, ആറാമത്തെ കാലം, സഹസ്രാബ്ദം, ഏഴാമത്തെ കാലം, കാലമില്ലാത്ത കാലം. പൂർവ്വനിത്യത മുതൽ ഭാവി നിത്യത വരെയുള്ള 7 കാലങ്ങളാണ്. അതിനകത്തെ 4ാമത്തെ കാലമാണ് സുവിശേഷകാലം. ആ കാലത്തിലാണ് ഞാനും നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. ഈ കാല വാക്യമെല്ലാം ഞാൻ കട്ട് ചെയ്ത് നമ്മുടെ വാക്യത്തിലേക്ക് കയറാൻ. ഈ കാലത്തിന് വേദപുസ്തകം കൊടുത്ത 3 പേരുകളുണ്ട്. ഒന്നാമത്തെ പേര് കൃപയുടെ കാലം. ഉറക്കെ പറഞ്ഞാട്ടെ. ഈ സുവിശേഷ കാലത്തിന്റെ പേരാണ് കൃപയുടെ കാലം. രണ്ടാമത്തെ പേര് സുപ്രസാദകാലം. മൂന്നാമത്തെ പേര് രക്ഷാദിവസം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ പ്രസംഗം നിർത്താൻ പോവല്ല, തുടങ്ങാൻ പോവുക. അപ്പൊ നോക്കിയാ, ഇത് പറഞ്ഞാലേ നമുക്ക് പ്രസംഗം തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കാലം, അതായത് ഈ സുവിശേഷകാലം. എന്നാ സുവിശേഷകാലം ആരംഭിച്ചത്? യേശുവിന്റെ ഹല്ലേലൂയ ജനനം മുതൽ യേശുവിന്റെ രണ്ടാം വരവിന്റെ ആദ്യത്തെ ഫേസ്, രഹസ്യ വരവ് വരെയുള്ള കാലം, ഇതാണ് സുവിശേഷകാലം. ഈ കാലം ഇപ്പൊ 2000 വർഷം കഴിഞ്ഞു. ഈ കാലത്തിന് വേദപുസ്തകം കൊടുത്ത പേരുകളായി 3 പേരുകൾ. അതുകൊണ്ട് ആ പൗലോസ് പറയുന്നത് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്താകരുത്? വ്യർത്ഥമായി തീരരുത് എന്ന്. അങ്ങനാണ് വേറെ ആർക്കും ലഭിക്കാത്ത ഭാഗ്യം. ഹല്ലേലൂയ. ഒന്നുകൂടെ ആവർത്തിക്കുക വാക്ക്. പൂർവ്വകാലത്തിലോ ന്യായപ്രമാണ കാലത്തിലോ ജനിച്ചവർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം എനിക്ക് നിനക്ക് ലഭിച്ചു കേട്ടോ. ആ ഭാഗ്യം എന്ന് പറഞ്ഞത് ഈ കൃപയുടെ കാലത്ത് ജനിച്ചെന്നുള്ളതാണ്. ഈ കൃപയുടെ കാലത്ത് യേശുവിനെ കണ്ടുമുട്ടിയെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത് സുപ്രസാദ കാലമാണ്. ഇത് രക്ഷാദിവസമാണ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. സുപ്രസാദ കാലമൊക്കെ പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിലേക്ക് പോയാൽ നമ്മുടെ പ്രധാന ദൂത് വരില്ല. ഹല്ലേലൂയ. കാരണം അതിലേക്ക് നമുക്ക് കയറി വേണ്ട. കൃപയുടെ കാലം, അല്ലെങ്കിൽ എന്താണ് കൃപ, എത്ര ടൈപ്പ് കൃപയുണ്ട്. അത് മാത്രമല്ല, കൃപ എങ്ങനെയാ വ്യർത്ഥമായി പോകുന്നത്. ഇത് വ്യർത്ഥമാക്കാൻ പറഞ്ഞു തരുന്ന മരുന്നല്ല, വ്യർത്ഥമാകാതിരിക്കാൻ പറഞ്ഞൊരു വാണിംഗാണ്. സ്വതം ശ്രദ്ധിക്കണേ. അങ്ങനെങ്കിൽ നമ്മൾ ഇനി സുപ്രസാദ കാലം അങ്ങ് വിടുന്നു. ശ്രോത്രം, നിങ്ങൾക്ക് ചിലർക്ക് ഒരു ആഗ്രഹമുണ്ട് സുപ്രസാദ കാലത്തെ കുറിച്ച് ഒന്നറിയാം. വാക്യം മാത്രം വായിച്ചു. എവിടെ ഈ കാലത്തെ കുറിച്ച് പറയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. അവിടെ പറയുന്ന വാക്ക് എന്നാണ്? യെശയ്യാവ് 49:8. പെട്ടെന്ന്. യെശയ്യാവ് 49:8. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. മതി, നമ്മളവിടെ തൊടില്ല. എങ്കിലും ഒരു പ്രവചനം പോലെ അങ്ങ് പറഞ്ഞു വിടുക. ഒരു പ്രവചനം പോലെ നിങ്ങൾക്ക് പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് ആ വാക്യം എടുക്കാം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം പറഞ്ഞു, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. എന്തിനു വേണ്ടിയെന്നറിയാമോ? ദേശത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ. ഹലോ, നമ്മളത് തൊടില്ല. ഞാൻ അവിടെ നിൽക്കില്ല. ഞാൻ അങ്ങ് പറഞ്ഞു വിടുക. 4 കാര്യം സംഭവിക്കും സുപ്രസാദ കാലത്തിൽ. ഒന്ന്, ദേശത്തെ ഉയർത്തും, അപ്ഗ്രേഡ് ചെയ്യും. പറ, ഈ മേലുള്ള ദേശത്തെ അപ്ഗ്രേഡ് ചെയ്യും. സ്വതം ഒന്ന് പറ. ഇന്ന് യുവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദേശത്തെ അപ്ഗ്രേഡ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഞാൻ തന്നെ പറയാം. സ്വതന്ത്രം ശ്രദ്ധിക്കണേ. കുമ്പനാടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുമ്പനാടിനെ കുറിച്ച് സ്വതം ഞാൻ പഠിച്ചത് കുമ്പനാടാ, ദൈവദിനം പഠിച്ച്. ഞാനുള്ള കാലത്ത് ഒരു ജൂവലറി ഉണ്ടായിരുന്നു, അത് പൂട്ടി. ഞാനുള്ള സമയത്ത് കുമ്പനാട് ഒരു ജൂവലറി, ഇപ്പോൾ ഒരു ജൂവലറി ഇല്ല. മിനി കുവൈറ്റ് എന്നറിയപ്പെടുന്ന കുമ്പനാട് ഏറ്റവും കൂടുതൽ ബാങ്കും ATM തിരുവല്ലായിൽ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ബാങ്ക് ഉണ്ട് ഇവിടെ കുമ്പനാട്. തിരുവല്ലായിൽ അത്ര വലിയ ബാങ്കുകളില്ല, അത് കുമ്പനാടുണ്ട്.
അവിടുന്ന് ഏകദേശം 10, 12, 13 കിലോമീറ്റർ കഴിഞ്ഞാൽ തിരുവല്ലായ. ആ പട്ടണത്തിൽ ഇല്ലാത്തതിനേക്കാൾ വലിയ ബാങ്ക് അവിടെയുണ്ട്. ഏറ്റവും കൂടുതൽ ATM ഹല്ലേലൂയ അവിടെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, അവിടെ ഇല്ലാതെ വിജയിക്കാതെ പോയ 1-2 ബിസിനസ് ഉണ്ട്. ഒന്ന് ജൂവലറി വിജയിച്ചില്ല, സിനിമാക്കോട്ട വിജയിച്ചില്ല, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ ഒരു ഞാൻ പഠിക്കുന്ന കാലത്തൊരു ഹല്ലേലൂയ സിനിമാക്കോട്ടയുണ്ട്, അതും പൂട്ടി. അതിന്നൊരു മാർബിൾ കടയാണ്. ഇതൊക്കെ വിജയിക്കാതിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ പണക്കാരുള്ള സ്ഥലമാണ് കുമ്മനാട്. എങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചായന്മാർ അമേരിക്ക പോയത് കൊണ്ടല്ല കേട്ടോ. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുള്ളത് കൊണ്ട് 24 മണിക്കൂറും വചനം പ്രസംഗിക്കുന്നതാ. എവിടെ വചനം പ്രസംഗിക്കുന്നു, എവിടെ പ്രാർത്ഥന ഉയരുന്നോ, അറിയാതെ ആ ദേശം അപ്ഗ്രേഡ് ചെയ്യാനിടയാകും. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കൃപയുടെ കാലഘട്ടത്തിൽ, ഈ സുപ്രസാദ കാലത്ത് ദേശം ഉയർത്തപ്പെടണോ, അനുഭവത്തിന്റെ വെളിച്ചത്തില് ഹല്ലേലൂയ ഒന്ന് പറ. ഹല്ലേലൂയ ദേശം ഉയർത്തപ്പെടണോ, അത് അപ്ഗ്രേഡ് ചെയ്യണോ, അല്ല കൃപയുടെ കാലഘട്ടത്തിൽ വില കൊടുക്കാൻ തയ്യാറുണ്ടോ, അത് ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായി തീരും. ചില നാളുകൾക്ക് മുമ്പ് ഹല്ലേലൂയ കോട്ടയം CMS കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ തന്റെ പിള്ളേരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കോട്ടയം CMSലെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങള് ഹല്ലേലൂയ ഈ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആയിരിക്കുന്നത് എന്നാന്നറിയാമോ? ഹല്ലേലൂയ അത് ഇവിടുത്തെ കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റിന്റെ കഴിവുകൊണ്ടൊന്നും അല്ല, പ്രാർത്ഥിക്കുന്ന കുറെ ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സ്വതം എത്ര പേർക്ക് മനസ്സിൽ ഈ ദേശം ഇത്ര അനുഗ്രഹിക്കപ്പെടുന്നത്? ഇന്ന് രാത്രി ഞാനത് ദൂതായി പറയാം. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി സംഭവിക്കണോ, നിന്റെ കുടുംബത്തിന്റെ നിലവാരം മാറണോ, നിന്റെ തലമുറയുടെ നിലവാരം മാറണോ, ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. പ്രാർത്ഥിക്കുന്നൊന്ന് കൂടാരത്തിനകത്ത് മതി. വചനം ധ്യാനിക്കുന്നുണ്ടെങ്കിൽ അറിയാതെ നിന്റെ കുടുംബത്തിന് അപ്ഗ്രേഡ് സംഭവിക്കാൻ എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഇന്ന് രാത്രി എനിക്കൊരു അപ്ഗ്രേഡ് വേണം, കേവലം എന്റെ കുടുംബത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന മേലിലെ ദേശത്ത് ദൈവാത്മാവിന്റെ ഒരു അപ്ഗ്രേഡ് വെളിപ്പെടും. ഹല്ലേലൂയ. സർ ആ വാക്യം ഒന്ന് വായിച്ചേ. അവിടെയൊക്കെ ദേശത്തെ ഉയർത്താൻ സുപ്രസാദ കാലത്ത് 4 കാര്യം സംഭവിക്കും. ഒന്ന് ദേശത്തെ ഉയർത്തുവാൻ, അടുത്തത് പെട്ടെന്ന് വായിച്ചോ 49:8. അടുത്തത് ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ എന്ന് പറ. ശൂന്യമായി കിടക്കുന്ന എന്റെ അവകാശമാകുന്നു പറ. ഓ, കുടുംബങ്ങൾക്കകത്ത് ശൂന്യത തളം തീട്ട് കിടക്കുന്ന കുടുംബങ്ങൾ എൻ്റെ അവകാശമാകുമെന്ന് സുപ്രസാദ കാലത്തെ വാക്തത്വമാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. ശ്രോത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനതൊരു പ്രൊഫറ്റിക്കൽ വേർഡാണ്. ഇതല്ല നമ്മുടെ മെസ്സേജ് ഞാൻ വരുന്നു, മെസ്സേജിലേക്ക് ഞാൻ കയറും. ശ്രോത്രം അതിനു മുമ്പ് ഒന്ന് ദേശം എന്ത് ചെയ്യും പറ. 21 ദിവസം ഉപവാസം കൊണ്ട് ഈ മേലിലെ ദേശം അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറ. ശ്രോത്രം നിങ്ങളത് വാ തുറന്ന് പറ. കാരണം ബൈബിളിൽ കിടക്കുന്ന വാക്യം അങ്ങനെയാണ്, ദേശം അപ്ഗ്രേഡ് ചെയ്യും. 2 ശൂന്യമായി കിടക്കുന്നതൊക്കെ നിന്റെ അവകാശമാകുന്നു. എന്താ പറഞ്ഞാൽ നാട്ടുകാരന്റെ വസ്തു കിട്ടുമെന്നല്ല, ചില കുടുംബത്തിനകത്ത് ശൂന്യത തളം കെട്ടിക്കിടക്കുന്ന, അന്ധകാരം തളം കെട്ടിക്കിടക്കുന്ന, അന്ധകാരം താണ്ഡവ നൃത്തമാടുന്ന ചില ഭവനങ്ങൾ ശൂന്യമായി പോയ തലമുറകളോടുള്ള ബന്ധത്തിൽ, ഭാവിയോടുള്ള ബന്ധത്തിൽ ശൂന്യത അനുഭവിക്കുന്ന ചിലത് നിന്റെ അവകാശത്തിലേക്ക് ദൈവം എഴുതി ചേർക്കുമെന്ന്. നിന്റെ ചർച്ചിന്റെ പേരെഴുതുമ്പോ ആ കുടുംബത്തിന്റെ പേരും കൂടെ എഴുതി ചേർക്കത്തക്ക വേണം. പറ, ആ കുടുംബങ്ങള് എന്റെ കർത്താവിന്റെ അവകാശമാക്കി നൽകും. എനിക്ക് 10 പെന്തക്കോസ്തുകാരെ അല്ല വേണ്ടത്, അല്ല തകർക്കപ്പെട്ട ചിലത് എന്റെ ഹല്ലേലൂയ സഭയിലേക്ക് കടന്നു വരത്തക്ക വേണം. എന്റെ ആലയത്തിൽ കടന്നു വന്ന് അത് എന്റെ അവകാശമാകാൻ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ടോ, ശ്രദ്ധിക്കണേ. നമ്മുടെ വാക്യത്തെ നമുക്ക് കൃപയാ ചിന്തിക്കേണ്ട, അതിലേക്ക് വരുന്നു. എങ്കിലും ഒരു പദം പറയാം. സാറേ, ഒരു കുടുംബത്തിന്റെ കുടുംബനാഥനുണ്ട്, പക്ഷേ ഏത് കുടുംബത്തിന്റെ സ്പിരിച്വൽ ഫാദർ, ഒരു ആത്മീയന്റെ കുടുംബത്തിന്റെ സ്പിരിച്വൽ ഫാദർ പാസ്റ്ററാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? അങ്ങനെയാണ് പറ, ശൂന്യതയുള്ള ഭവനങ്ങൾ എൻ്റെ അവകാശമാകുന്നു. എന്റെ പിള്ളേരാന്ന് പറയത്തക്കവണ്ണം ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വിശ്വാസികള് കേവലം വിശ്വാസിയല്ല, ഞങ്ങളുടെ മക്കളാ. ഒന്ന് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രായമുള്ളത് പോലും ഞങ്ങള് ഹല്ലേലൂയ ഞങ്ങളുടെ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. അവരുടെ പിള്ളേർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ടാണ് കാണുന്നത്. എന്നാന്നറിയാമോ? കാരണം അത് അവർ അനുഗ്രഹിക്കപ്പെടുന്നത് ഞങ്ങളുടെ അനുഗ്രഹ, അവർ മാനിക്കപ്പെടുന്നത്. ഒന്ന് സ്തോത്രം പറ. ഇത് പറയുമ്പോ പരിശുദ്ധാത്മാവ് എന്നോടൊരു വെളിപ്പാട് പറയാൻ നിർബന്ധിക്കുന്നു. എനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ലെന്ന് പറഞ്ഞ് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ചിലത് ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്നുണ്ട്. ദൈവാത്മാവ് ഇടപെടുന്നു. കർത്താവേ, എനിക്കാരുമില്ല എന്റെ വേദന പങ്കുവെക്കാൻ. ഞാൻ തലയിലോട്ട് കൈവയ്ക്കാതെ ദൂത് പറയുന്നത്, എനിക്കാരുമില്ല എന്റെ വേദന പങ്കുവെക്കാൻ, എന്റെ ഭാരമൊന്ന് പങ്കുവെക്കാൻ, എന്റെ ഹൃദയത്തിന്റെ വേദന പങ്കുവെക്കാൻ എനിക്കാരുമില്ലെന്ന് പറയുന്ന ചിലര് ഇന്ന് രാത്രി മീറ്റിംഗിനകത്ത് വന്നിട്ടുണ്ട്. ദൈവമായതിന് നിനക്കൊരു നല്ല സഖിയുണ്ട് കേട്ടോ. അവന്റെ പേര്
യേശുവെന്നാണ്. ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലത്തിന്റെ ഭാരം പങ്കുവെച്ച് വന്നതുപോലെ കർത്താവ് തന്നെ പറഞ്ഞു വിടില്ല. അസാധാരണമായ ചില ദൈവിക വിടുതലോട് ഇന്ന് രാത്രി പോകത്തക്കവണ്ണം, ഒരു സ്വസ്ഥതയോടെ പോകത്തക്കവണ്ണം ഇന്ന് രാത്രി കരം ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കരമടിച്ചു. ശ്രദ്ധിക്കണേ, അവിടെ കിടക്കുന്ന ഒന്നാമത്തെ പദം വായിച്ചല്ലോ അവിടെ. അല്ല, ദേശത്ത് അപ്ഗ്രേഡ് ചെയ്യും, സുപ്രസാദ കാലത്ത് സംഭവിക്കുക. നമ്മളിന്ന് ആത്മാവി ക്ലെയിം ചെയ്യാൻ പോകും. ഞാൻ കൃപ എന്ന വിഷയം പ്രസംഗം പഠനത്തിലേക്കാണ് പോകുന്നതെങ്കിലും അതിനു മുമ്പ് ഈ വചനം ഈ 17ാമത്തെ രാത്രി നമ്മൾ ആത്മാവിൽ നമ്മൾ അവകാശമാക്കുക. ദേശം അപ്ഗ്രേഡ് ചെയ്യും. ദേശത്തിന്റെ ബന്ധനങ്ങൾ അഴിയപ്പെടും. ദേശത്തിന്റെ അസ്വസ്ഥതകൾ മാറും. ഇങ്ങനെ ഒരു കൂടിവരവ് ഇവിടെ വന്നതുകൊണ്ട് മേലിലെ ദേശം അനുഗ്രഹിക്കപ്പെടാനിടയാകണം. ഇവിടുത്തെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാനിടയാകണം. എത്ര പേർക്കൊന്ന് പറയാൻ പറ്റും? അങ്ങനെ ഒരു അഭിഷേകം ഈ ദേശത്ത് വ്യാപരിക്കട്ടെ. ദൈവാത്മാവിന്റെ മഹത്വം ദേശത്ത് വെളിപ്പെടാൻ മാത്രമല്ല, ശൂന്യമായത് നിന്റെ അവകാശമായി മാറാൻ. അടുത്ത വാക്കൂടെ പെട്ടെന്ന് വായിച്ചു, നമ്മൾ ആ ഭാഗം വിടുക. വായിച്ചോ. മൂന്നാമത്തത് സുപ്രസാദ കാലത്ത് ബന്ധിക്കപ്പെട്ട, അയ്യോ ബന്ധനമാണോ എന്ന് ചോദിക്കുകയല്ല, ബന്ധിക്കപ്പെട്ടവനോട് ഇറങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ബന്ധിക്കപ്പെട്ടവനോട് അങ്ങനെ പറഞ്ഞെന്നാ ഇറങ്ങിപ്പോയിക്കൊള്ളുകാൻ. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടവനോട് പറഞ്ഞു, നീ അല്ല ഇത്രയും കാലം നീ ബന്ധിക്കപ്പെട്ടവനാ, നീ എന്ത് ചെയ്യുക? ഇറങ്ങിപ്പോക. അടുത്ത വാക്ക് അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിവരാൻ. വാദമെന്ന് പറയാമോ? ഇന്ന് രാത്രി പറഞ്ഞു നടക്കണേ ദേശത്തൂടെ വെളിവരാൻ. എന്റെ വിഷയം പരിശുദ്ധാത്മാവ്, ഞാൻ ഇന്ന് രാത്രി സുപ്രസാദകാലം തൊടാൻ ആഗ്രഹിച്ചതല്ല, കൃപയെ മാത്രം നിൽക്കാൻ ആഗ്രഹിച്ചതാ. പക്ഷെ ഇന്ന് രാത്രി ഇറങ്ങി ഒന്ന് പറയാമോ ദേശത്തോട്, നിന്നെ ദൈവം ഉയർത്താൻ പോവുകയാണെന്ന്. ചില ശൂന്യതകൾ എന്റെ അവകാശമാകാൻ പോകുന്നെന്ന്. ചില കുടുംബങ്ങളെ നോക്കി ഒന്ന് വിളിച്ചു പറ, ബന്ധിക്കപ്പെട്ടവൻ പുറത്തു വരാൻ, ഇരുട്ടിലിരിക്കുന്നവൻ പുറത്തു വരാൻ. ഇന്ന് രാത്രി അഭിഷേകത്തോടെ, ഈ വചനത്തിന്റെ നിയോഗത്തോടെ നീ ദേശത്തിറങ്ങി പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും കേട്ടോ. എഴുതി വെച്ചോ. ആലയത്തിൽ ആത്മാക്കള് വർദ്ധിക്കത്തക്കവണ്ണം ദൈവാത്മാവിന്റെ കരത്തിന്റെ വല്ലഭത്വം ദേശത്ത് വെളിപ്പെടും. നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരിക. കർത്തൃദാസൻ രാമേശ്വരം പട്ടണത്തെ ഇളക്കി മറിച്ചൊരു അഭിഷക്തനുണ്ട്. നിത്യതയിലേക്ക് കടന്നുപോയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം പൗലോസ്. രാമേശ്വരത്തെ സഭയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. 2 പേര് പിടിച്ചാൽ പിടിമുറ്റാത്ത അത്ര വലിയൊരു ബിൽഡിംഗ്, അതിന്റെ ഓരോ തൂണും. ആ ബിൽഡിംഗ് പണിത് കഴിഞ്ഞ എം പൗലോസ് പാസ്റ്റർ ചെയ്തെന്നെ അറിയാമോ? അദ്ദേഹം സഭയിൽ ആളില്ല, സഭ വലുതാ, വലിയ ബിൽഡിംഗാ, പക്ഷെ ആളില്ല. അദ്ദേഹം പറഞ്ഞെങ്ങനെയാ? അദ്ദേഹം എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നറിയാമോ? ഹാളിനകത്ത് വരും. ആദ്യം ഈ കുഞ്ഞുങ്ങളിരിക്കുന്ന പോലെ, ഒന്നാമത്തെ കുഞ്ഞിരിക്കുന്നിടത്ത് അദ്ദേഹം ആ സീറ്റെ ചെന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവെ എനിക്ക് ഇവിടെ ഇരിക്കാൻ ഒരു ആത്മാവിനെ തരണം. അത് കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ആളിരിക്കുന്നിടത്ത് വന്നിരിക്കും. അടുത്ത സീറ്റ് വന്നിട്ട് പറയും, എനിക്ക് ഇവിടെ ഇരിക്കാൻ ഒരാൾ തരണം. അങ്ങനെ ആ ചർച്ചിന്റെ ബാക്ക് വരെ ഓരോ സീറ്റിലിരുന്നു 5 മിനിറ്റ് എനിക്ക് ഇവിടെ ഇരിക്കാൻ ഒരാളിനെ തരണം, ഇവിടെ ഇരിക്കാൻ ഒരാളിനെ തരണം. അദ്ദേഹം എവിടൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചോ അവിടൊക്കെ കർത്താവ് ആത്മാക്കളെ കൊണ്ട് നിറച്ചു. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? നിന്റെ ശൂന്യത നോക്കിക്കൊണ്ട് രാത്രി ഭയപ്പെട്ടിരിക്കാനല്ല, ഭാരപ്പെടാനല്ല, ആത്മാവി പറ, ഇത് സുപ്രസാദകാലമാ. സുപ്രസാദകാലത്ത് ഉത്തരം പറയുന്ന ദൈവകരം നമ്മുടെ മധ്യ ചലിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്ന് ആത്മാവി ശക്തിയോടെ ഒന്ന് പറ, എനിക്കൊരു വിടുതലല്ല, അതിനപ്പുറത്ത് ദേശത്തൊരു വിടുതൽ സംഭവിക്കാൻ. ഞാൻ മടങ്ങി വരികയാ. സമയം ഓടിപ്പോകുന്നല്ലോ. നമ്മുടെ വിഷയം എങ്ങും എത്തിയിട്ടുമില്ല. അപ്പോൾ ഒന്ന് ഈ കാലം, ബാക്കി രക്ഷാദിവസം ഞാൻ തൊടുന്നില്ല, തൊട്ടാൽ നമ്മുടെ ദൂരം അങ്ങ് പോകും. ഒന്ന് ഈ കാലം ഏത് കാലമാണ്? ഈ സുവിശേഷ കാലം. അത് കൃപയുടെ കാലമാണ്. രണ്ടാമത് ഈ കാലം സുപ്രസാദ കാലമാണ്. മൂന്നാമത് ഈ കാലം രക്ഷാദിവസമാണ്. അങ്ങനാണെങ്കിൽ ഇത് രാത്രി നമുക്കൊന്ന് ചോദിക്കണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കൃപയുടെ കാലമാണെങ്കിൽ എന്താണ് കൃപ? എന്താ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക്? എന്താ കൃപ? എന്താ? വാട്ട് ഇസ് ഗ്രേസ്? എന്താണ് കൃപ? കൃപ എന്താണെന്നറിയണം. എത്ര ടൈപ്പ് കൃപയുണ്ടെന്നറിയണം. എങ്ങനെയാ കൃപ വ്യക്തമായി പോകുന്നതെന്നറിയണം. ഇത്രയും കാര്യം അറിയണം. അല്ലെങ്കിൽ അത്രയും വരില്ല. 1-2 വാക്ക് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഒന്ന് സ്വത്രം പറഞ്ഞാണ്. അല്ലെങ്കിൽ കാരണം അതിനുള്ള സമയമുള്ളൂ. എന്താണ് കൃപ? കൃപ എന്ന വാക്കിന് ഈ നമ്മൾ പലപ്പോഴും ഒരു വാക്കൊന്ന് വായിച്ച് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് എബ്രായ ലേഖനത്തിലേക്ക് ഓടി. എബ്രായ ലേഖനം 4:16 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 4:16. എബ്രായ ലേഖനം 4:16.
ഇങ്ങനെ ശ്രദ്ധിക്കണേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും, ഞാൻ ഇന്ന് രാത്രി ഞാനൊന്നും കൂടെ ആവർത്തിക്കുന്ന പ്രസംഗ ശൈലിയിലൊന്നും അല്ല വചനം പഠിക്കുക, കാരണം എങ്കിലേ വല്ലതും മനസ്സിലാകും. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് മുമ്പിൽ വരണം. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ അല്പം കൂടെ ശാന്തമാകുക. നമുക്ക് എന്നിട്ട് അവസാനം ഒന്ന് ആരാധിക്കാനുള്ള ദൂത് വരുന്നു. നമ്മൾ എവിടെ ഇരിക്കുന്നത്? പറഞ്ഞേ, നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? കേട്ടില്ല? വെരി ഗുഡ്. ആ പറഞ്ഞ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്തു. ആശ്ചര്യമായി നമ്മൾ ഇരിക്കുന്നത് സഭാ ഹാളിലാണ്. പക്ഷെ ആത്മീയമായി നമ്മൾ ഇരിക്കുന്ന സഭാ ഹാളിനകത്തല്ല, കൃപാസനത്തിന് മുമ്പിലാണ്. ഏതായി കൃപാസനം? ഇംഗ്ലീഷിൽ കിടക്കുന്ന ത്രോൺ ഓഫ് ഗ്രേസ് എന്നാണ്. ഏതാ കൃപാസനം എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം. ഇന്ന് രാത്രി കർത്തൃദാസൻ പറഞ്ഞ രാവിലെ തൊട്ട് ഇവിടെ ആളുണ്ടായിരുന്നു. എന്തായാലും ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആദ്യം ആരാണോ ഇതിനകത്ത് വന്നത്, അവരെക്കാൾ മുമ്പിൽ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു വിടുതൽ കൊതിച്ചിന്ന് രാത്രി നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വിടുവിക്കാനായി ഒരുവൻ അതിനു മുമ്പേ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്ന വാക്ക്, നമ്മളൊരു വിടുതൽ കൊതിച്ചിന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ വിടുവിക്കാനുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളൊരു അനുഗ്രഹം കൊതിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മെ അനുഗ്രഹിക്കാനായി നമ്മുടെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ കൃപയുടെ സിംഹാസനം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ വന്നിരിക്കുന്നത്? ആശ്ചര്യമായി നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ഹാളിനകത്താണെങ്കിൽ ആത്മീയമായി നാം ഇരിക്കുന്നത് കൃപാസനത്തിന് മുമ്പിലാണ്. ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരിക്കൽ ഒരു ഹൈന്ദവ സഹോദരൻ വിശ്വാസി വന്നു. നിങ്ങൾ ചിലരെങ്കിലും കേട്ടുള്ള കാര്യം, നാടുകൾക്ക് മുമ്പാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നമ്മൾ പ്രധാന ദൂതിലേക്ക് കയറുക. ഹൈന്ദവ സഹോദരൻ വിശ്വാസി വന്നു. വിശ്വാസത്തിൽ വന്നപ്പോൾ നമ്മുടെ ഒരു പാസ്റ്റർ ചോദിച്ചു, നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടു? വിശ്വാസിയാണ്. എവിടുന്നാ വിശ്വാസി വന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ വന്നു. ഉടനെ ഇദ്ദേഹം ഈ പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസി വന്നത്? സാക്ഷ്യം എന്ന് പറയാം. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ സാക്ഷ്യമൊന്നും പറയാനില്ല, ഞാൻ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിച്ചപ്പോഴാണ് വിശ്വാസി വന്നത്. നിങ്ങൾ ഇതിൻ്റെ കേട്ടുണ്ട്. ഞാൻ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിച്ച് വിശ്വാസി വന്നത്. ഉടനെ ഈ പാസ്റ്റർ വെച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിച്ച് പെന്തക്കോസ്തി വന്നത്. കാരണം ഈ പാസ്റ്റർ ഇന്ന് വരെ എന്തോ വായിച്ചിട്ടില്ല. കാരണം പുള്ളി 25 വർഷമായിട്ട് പാസ്റ്റർ എന്നെ പോലെ, പക്ഷേ ഇന്ന് വരെ പുള്ളി മത്തായി ഒന്നും വായിച്ചിട്ടില്ല. കാരണം അത് തുടങ്ങുന്ന തന്നെ അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എന്ന് പറഞ്ഞിട്ട് ഇന്നാരെ ജനിപ്പിച്ച് 42 ജനനത്തെക്കുറിച്ച് പറയും. പിന്നെ ഇത് വായിക്കാൻ വേറെ പണിയില്ലേ? നമ്മൾ ആരും വായിക്കാത്ത, പക്ഷേ ഈ സഹോദരൻ പറഞ്ഞ ഞാൻ വിശ്വാസി വന്നത് ഇത് വായിച്ചിട്ട്. നിങ്ങൾ ചിലരെങ്കിലും കേട്ടുണ്ട് സംഭവം സാറം. അപ്പോൾ പാസ്റ്റർ വെച്ച് അതിനെ അങ്ങനെ വന്നേ. ഉടനെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പറയുന്ന പല ആൾക്കാർക്കും അപ്പനാരാന്നും അമ്മയാരാന്നും അറിയത്തില്ല. എന്നാൽ നിങ്ങൾ പറയുന്ന യേശുദേവനുണ്ടല്ലോ, അവന് 42 അപ്പന്മാരുടെ പേര് മേളിലോട്ട് പറയുന്നുണ്ട്. ചോദിക്കാനും പറയാനും അപ്പന്മാർ. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? അങ്ങനാണെങ്കിൽ ഇത് രാത്രി ഒരു ഉറപ്പ് ഞാൻ പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ആരുടെ മുമ്പിലാണെന്നറിയാമോ? സ്വന്തമായിട്ട് 8 സിംഹാസനം ഉള്ളവന്റെ മുമ്പിലാ. ഞാൻ ആ സിംഹാസനം തൊടുന്നില്ല കേട്ടോ, തൊട്ടാൽ നമ്മുടെ സമയം പോകും. 1, 2 അല്ല കേട്ടോ. നമ്മുടെ കർത്താവിന് എത്ര സിംഹാസനമുണ്ട്? 8 സിംഹാസനം. പഴയ നിയമത്തിൽ കർത്താവ് ഇരുന്നത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തെയാ. സഞ്ചരിച്ചത് കെരൂബുകളെയാ. 2 സിംഹാസനമായി. 1-ാമത്തെ സിംഹാസനം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം, 2-ാമത്തെ സിംഹാസനം കെരൂബ്, 3-ാമത്തെ സിംഹാസനം ഇപ്പൊ ഇരിക്കുന്ന കസേരയാ. അതിന്റെ പേര് കൃപാസനം എന്ന ത്രോൺ ഓഫ് ഗ്രേസ്. ഇത് കഴിഞ്ഞിട്ടിരിക്കാൻ പോകുന്ന കസേര ബീമ ഓഫ് ക്രൈസ്റ്റ് എന്ന ക്രിസ്തുവിന്റെ ന്യായാസനം. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഇരിക്കാൻ പോകുന്നത് തേജസ്സിന്റെ സിംഹാസനം. അത് കഴിഞ്ഞിരിക്കാൻ പോകുന്ന ദാവീദിന്റെ സിംഹാസനം. അത് കഴിഞ്ഞിരിക്കാൻ പോകുന്ന വെള്ള സിംഹാസനം. അവസാനം ഇരിക്കാൻ പോകുന്നത് കുഞ്ഞാടിന്റെ സിംഹാസനം. ഒന്ന് സ്തോത്രം പറഞ്ഞോട്ടെ. അല്ലെ ഒന്നും അല്ലേലും 8 സിംഹാസനം സ്വന്തമായിട്ടുള്ളവനെയാ. അല്ല അതിനകത്ത് 3-ാമത്തെ കസേരയില. ഇനി 5 കസേര ഇരിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെങ്കിലും ഇത് കരമുയർത്തി പറ, ഇങ്ങനൊന്നും അവസാനിക്കില്ല. എന്റെ ജീവിതം ഇങ്ങനെ തീരില്ല. ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. നോട്ടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾക്കപ്പുറത്ത് ഒരു തേജസ്സിന്റെ പദ്ധതി ദൈവത്തിനുണ്ട്. ഓട്ടെ സ്വതം ഹല്ലേലൂയ. സ്വരം കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചാൽ എന്നെ ഭാഷ അങ്ങനെ പറഞ്ഞു, ഞാൻ തൊടുന്നില്ല കേട്ടോ. അപ്പോൾ 8 സിംഹാസനം എഴുന്നവർക്ക് വേണ്ടി മാത്രം പറയാം. 1-ാമത്തെ ഉയർന്ന മുഖ്യമുള്ള സിംഹാസനം, 2 കെരൂബ്. 2-ാമത്തെ സിംഹാസനം കെരൂബ്. 3-ാമത്തെ സിംഹാസനം ക്രിസ്തുവിന്റെ കൃപാസനം. വെരി ഗുഡ്. അല്ലെ കൃപാസനം. 4-ാമത്തത് ക്രിസ്തുവിന്റെ ന്യായാസനം. 5-ാമത് തേജസ്സിന്റെ സിംഹാസനം വരുന്നു ദാവീദ്. 6-ാമത്തത് ദാവീദിന്റെ സിംഹാസനം. 7-ാമത്തത് വെള്ള സിംഹാസനം. 8-ാമത് കുഞ്ഞാടിന് അവസാനം ഇരിക്കാൻ പോകുന്ന കുഞ്ഞാടിന്റെ സിംഹാസനം. സ്വന്തം. അപ്പൊ 8 സിംഹാസനമുണ്ട്. അതിനകത്ത് 3-ാമത്തെ കസേര ലഭിച്ചിരിക്കുന്നത്. ബാക്കി ഒരൊറ്റ കസേര നമുക്ക് ധൈര്യത്തോടെ ചെല്ലാൻ പറ്റത്തില്ല. നിങ്ങളാരും ഒരു സ്തോത്രം പറഞ്ഞില്ല. ഈ 8 കസേരയിൽ ധൈര്യത്തോടെ ചെല്ലാൻ പറ്റിയ കസേര ഏതേ ഉള്ളൂ? പറ. നിങ്ങളെ മിണ്ടാതിരിക്കുന്നല്ലോ ഇപ്പൊ ഇരിക്കുന്ന കസേര. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഭൂമിയിൽ ഭാഗ്യം ചെയ്തവർ നമ്മളാ.
നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? വിരിക്കുന്നില്ല. സ്വതന്ത്രം. ആ വാക്കൊന്നും കൂടെ വായിക്കാമോ? 4:16 വാക്യം. 4:16 പെട്ടെന്ന്. ആ ആ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോ എങ്ങനെ പറഞ്ഞാ കിടക്കുന്നേ? ഉറക്കെ പറ, ഇങ്ങോട്ട് വാ, നിങ്ങൾ കയറി വാ. നമ്മൾ ഇനി മിക്കവാറും ഈ ഒരു വാക്യം മാത്രം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അതിനുള്ള സമയമുള്ളൂ നമുക്ക്. കാരണം 5 types ഓഫ് ഗ്രേസ് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് പറയാതെ 5 types ഓഫ് ഗ്രേസ് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് എന്താണ് കൃപയെന്നറിയണം. എന്താണ് കൃപയെന്നറിയണമെങ്കിൽ ഈ വാക്യം അറിയണം. കൃപാസനത്തിന് മുമ്പിൽ വന്നാൽ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊന്ന്, ഇതിപ്പോൾ സർവശക്തന്റെ കൃപാസനമാണെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ലൈവ് ഓന്നുമുണ്ട് സാറേ, ഇതല്ല, ഇത് ഒരു പുൾപ്പിറ്റാ, മനസ്സിലാകാനാ. ഇതൊരു നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ധൈര്യത്തോടെ കൃപാസനത്തിന് മുമ്പിലാണ്. ഈ കൃപാസനത്തിന് മുമ്പിൽ വന്നാൽ 2 കാര്യം കിട്ടും. എന്തൊക്കെ കിട്ടും? അവിടെ കിടക്കുന്ന വാക്ക് നോക്കിയാൽ, അതുകൊണ്ട് അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, അല്ലെ? അതുകൊണ്ട് കരുണ പ്രാപിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കും. ഇങ്ങനെ ശ്രദ്ധിക്കുക, എല്ലാവരും നോക്കിയേ, വചന പഠന. അപ്പൊ ഈ കൃപാസനത്തിന് മുമ്പിൽ വന്ന എന്തൊക്കെ കിട്ടും? അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ. അപ്പൊ കൃപാസനത്തിൽ വന്ന എന്ത് കിട്ടും? ഒന്ന് എന്ത് കിട്ടും? കരുണ കിട്ടും. 2 എന്താ കിട്ടും? കൃപ കിട്ടും. ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ അതല്ല ഇന്നത്തെ ഒരു ദൂത് പറയാൻ, നമുക്ക് അവസാനം ആരാധിക്കാനുള്ള ഒരു ദൂത് അവിടെ ഉണ്ട്. ഒന്നുകൂടെ പറയാം, കൃപാസനത്തിൽ വന്ന കരുണ കിട്ടും, 2 കൃപ ലഭിക്കും, അല്ലേ? അങ്ങനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കരുണ വേറെ, കൃപ വേറെ. ഹലോ, കരുണ വേറെ, കൃപ വേറെ. നമ്മൾ പലപ്പോഴും കരുണയ്ക്ക് പകരം കൃപയ്ക്ക് പകരം കരുണയും പറയും. പക്ഷെ വേദപുസ്തകത്തിന്റെ ഭാഷ കരുണയുടെ ഓപ്പോസിറ്റ് ആണ് കൃപ. നിങ്ങൾ ആരും പറഞ്ഞില്ല. സ്വതം കൃപാസനത്തിൽ വന്നാൽ എന്ത് കിട്ടും? ഇന്ന് രാത്രി നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? കൃപാസനത്തിന് മുമ്പില്. അല്ലല്ലേ? ഈ ദിവസങ്ങളിൽ 21 ദിവസം ഇരിക്കുന്നത് എവിടെയാണ്? കൃപാസനത്തിന് മുമ്പില്. ഇവിടെ വന്നാൽ എന്ത് കിട്ടും? കരുണ കിട്ടും, കൃപ കിട്ടും, അല്ലേ? അങ്ങനാണെങ്കിൽ കരുണയല്ല കൃപ. ആ കൃപയും കരുണ ഒന്നാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ എന്നോട് വരുന്നില്ല. കരുണ വേറെ, എല്ലാവരും ഉറക്കെ പറ. കരുണ വേറെ, കൃപ വേറെ. മേഴ്സി വേറെ, ഗ്രേസ് വേറെ. കരുണ എന്ന് പറഞ്ഞാൽ മേഴ്സി, ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപ. കരുണ എന്ന് പറഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കണേ, എന്താ കരുണ എന്ന് വേറെ പുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ അർഹതപ്പെട്ടത് തരാതിരിക്കുന്നതിന്റെ പേരാ കരുണ. കൃപാസനത്തിൽ വന്ന് ആദ്യം കിട്ടുന്നത് എന്തുവാ? ഉറക്കെ പറ. ആ കരുണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവശാസ്ത്രപരമായി എനിക്ക് അർഹതപ്പെട്ടത് ദൈവം തരാതിരിക്കുന്നതിന്റെ പേരാണെന്ത്? അയ്യോ, പാസ്റ്റർക്ക് തെറ്റി. ഇല്ല, എനിക്ക് തെറ്റിയില്ല, കറക്റ്റാ. എനിക്ക് അർഹതപ്പെട്ട് തരാതിരിക്കുന്നതിന്റെ പേരാണെന്ത്? കരുണ. എനിക്ക് കരുണ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അർഹതപ്പെട്ടത് എന്റെ ദൈവം തന്നില്ലെന്ന്. ഇപ്പൊ പാസ്റ്റർക്ക് കാര്യം മനസ്സിലായി. സ്വതന്ത്രം ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ എനിക്ക് അർഹതപ്പെട്ട എന്റെ ദൈവം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് കിട്ടുന്ന എന്നാ? കരുണ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? അർഹതപ്പെട്ടത് എന്റെ ദൈവം തരാതിരിക്കുക എന്നാണ്. കൃപ എന്ന് പറഞ്ഞാൽ അൺമെറിറ്റഡ് ഗിഫ്റ്റ് എന്നാണ്. അർഹതയില്ലാത്ത ദാനം. ഞാൻ വിവരിക്കാം, നിങ്ങൾ അത് മനസ്സിലാക്കണം, ജീവിതത്തിൽ മറന്നുപോലെ. അല്ലരിയ സൊറ. എന്നാൽ ഗ്രേസ് എന്ന വാക്കിന് 3 അർത്ഥമുണ്ട്. അതിലെ ഒന്നാമത്തെ അർത്ഥമാണ് അൺമെറിറ്റഡ് ഗിഫ്റ്റ്, അർഹതയില്ലാത്ത ദാനം. രണ്ടാമത്തെ അർത്ഥം പ്രഷ്യസ് ഗിഫ്റ്റ് എന്നാണ്, വിലമതിക്കാനാകാത്ത ദാനം. മൂന്നാമത്തത് ദാതാവിന് മുതൽ മുടക്കുള്ളതും സ്വീകർത്താവിന് മുതൽ മുടക്കില്ലാത്തതുമായ ദാനം. പിടികിട്ടിയില്ല? ഗ്രേസ് എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം നമുക്ക് അവിടുത്തെ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്നോട് വാ. ഗ്രേസ് എന്ന വാക്കിന്റെ, കൃപ എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം അർഹതയില്ലാത്ത ദാനം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അർഹതയില്ലാത്ത ദാനം തരിക. അതിന്റെ പേരാണെന്ത്? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. രാവിലെ നമ്മുടെ പറമ്പിൽ ഒരാൾ ജോലിക്ക് വന്നപ്പോൾ നമ്മൾ പറമ്പ് കളയ്ക്കാനാ വന്നേ. 1000 രൂപ പറഞ്ഞു വെച്ചു. നമ്മുടെ നാട്ടുകടപ്പ് കേരളത്തിന്റെ റേറ്റ് അനുസരിച്ച്. ഇദ്ദേഹം വൈകിട്ട് 5 മണിക്ക് പോകുമ്പോൾ നമ്മൾ എത്ര കൊടുത്താൽ മതി? 1000 രൂപ. അത് അദ്ദേഹം ചെയ്ത ജോലിയുടെ കൂലിയാണ്. എന്നാൽ ഈ പോകാൻ നേരത്തെ ഞാൻ നല്ലൊരു ഡബിൾ മുണ്ടും ഒരു പുതിയ ഉടുപ്പും കൂടെ മേടിച്ച്, ഒരു ലൂയി ഫിലിപ്പിന്റെ ഉടുപ്പും കൂടെ മേടിച്ച് ഞാൻ കൊടുത്ത 1000 രൂപ അദ്ദേഹത്തിന്റെ ജോലിയുടെ കൂലിയാണ്. ഞാൻ കൊടുത്ത ഉടുപ്പും മുണ്ടും ആ മനുഷ്യന് ഒരു അർഹതയില്ല. അങ്ങനെ കൊടുക്കാവുന്ന ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ അധ്വാനം കണ്ടിട്ടല്ല, എൻ്റെ മനസ്സലിവ് തോന്നി ഞാൻ കൊടുത്തത്. അതിൻ്റെ പേരാണ് ഗ്രേസ്.
എന്ന് പറഞ്ഞ ദൈവവചനം ഞാനൊന്ന് കടമെടുത്ത് പറയട്ടെ. നമ്മൾ ചില വിഷയങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു ദൂത് പറയുക, നമ്മൾ ചില വിഷയങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ മറുപടി വെളിപ്പെട്ട ഗ്രേസ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഞാനിങ്ങനെ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുക, നീ പറയാത്ത ചില വിഷയത്തിന്മേൽ ഈ ഉപവാസത്തിനകത്ത് മറുപടി വെളിപ്പെട്ടാൽ, നീ ചോദിക്കാത്ത ചില വിഷയങ്ങളുടെ മേൽ എന്റെ ദൈവാത്മാവ് ഉപവാസത്തിൽ ഒരു മറുപടി തന്നാൽ അതിന് നമുക്കൊരു വാക്ക് പറയാം, അതൊരു അസാധാരണമായ ദൈവകൃപയോ. സ്വതം ബൈബിളിലൊരു വാക്യമുണ്ട് കേട്ടോ, സ്വതം എടുക്കണ്ട, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം മനസ്സിലാകാൻ. യഥാർത്ഥത്തിൽ ഏലിയാവ് ബാലിന്റെ അശരണ പ്രവാചകന്മാരോട് പറഞ്ഞ എന്നാന്നറിയാമോ? അല്ല, യാഗമൃഗത്തിന്മേൽ തീ ഇറക്കണമെന്നല്ലേ? ആണോ? അല്ലേ? യാഗമൃഗത്തിന്മേൽ തീ ഇറക്കണം, അതല്ലേ കണ്ടീഷൻ, അത്രേ ഉള്ളൂ. എന്നാൽ തീ ഇറങ്ങിയപ്പോൾ അങ്ങനല്ല. ഏലിയാവ് എന്താ ചെയ്തത്? ഗോത്രപിതാക്കന്മാരുടെ കണക്കനുസരിച്ച് 12 കല്ല് വെച്ച് അടുക്കി അതിന്മേൽ വിറകടുക്കിയിട്ട് കല്ലിൽ കാളയെ കണ്ണമായി നുറുക്കി വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കാളയുടെ മേളിൽ എന്താ ചെയ്യണം? യാഗമൃഗത്തിന്റെ മേളിൽ തീ ഇറങ്ങണം. എന്നിട്ട് ഏലിയാവ് ചെയ്ത് അങ്ങനെയല്ല, തൊട്ടിക്കകത്ത് വെള്ളം എടുത്തിട്ട് അതിൽ 2 സയാ വിത്ത് വിതയ്ക്കത്തക്ക ഒരു തോട് ഇതിന് ചുറ്റുമെടുത്തു. എന്നിട്ട് ഈ യാഗമൃഗത്തിന്മേൽ വെള്ളം കോരി ഒഴിച്ചു. യാഗമൃഗത്തിന്മേലും യാഗപീഠത്തിന്മേലും അവസാനം ഈ തോട്ടിലും വെള്ളം നിറഞ്ഞു. നമ്മുടെ ഇവർ തമ്മിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇവർ തമ്മിൽ വെച്ചിരിക്കുന്ന തലമെന്നുള്ളത് യാഗമൃഗത്തിൽ തീ ഇറങ്ങിയാൽ മതി. പക്ഷെ തീ ഇറങ്ങിയപ്പോ യാഗമൃഗത്തിൽ മാത്രമല്ല ഇറങ്ങിയത്, അവിടെ യാഗമൃഗത്തെ ദഹിപ്പിച്ചു, ആ തോട്ടിലെ വെള്ളത്തെ വറ്റിച്ചു, യാഗപീഠത്തെ ദഹിപ്പിച്ചെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കൊരു കാര്യം പറയാം, കണ്ടീഷൻ അപ്പുറത്ത് ചില വിടുതലുകൾ, എഴുതി വെച്ച വിഷയങ്ങൾക്ക് അപ്പുറത്ത് ചില വിടുതൽ, പ്രാർത്ഥിച്ച വിഷയത്തിന് അപ്പുറത്ത് ചില വിടുതലുകൾ യാഗമൃഗത്തിൽ മാത്രമല്ല കേട്ടോ, തോട്ടിലെ വെള്ളം വരെ വറ്റിക്കത്തക്കവണ്ണം എന്തോ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയോ. നീ ചോദിക്കാത്ത ചില വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത്, നീ ചിന്തിക്കാത്ത ചില വിഷയങ്ങളുടെ മേൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വിടുതൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം പറഞ്ഞാണ്. ഇത് ലൈവ് പോകുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പറയുക. തമിഴ്നാട്ടില് ഞാൻ ഇന്ന് രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വിശ്രമിക്കാൻ എനിക്ക് ഒത്തിരി സന്തോഷം. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ കർത്താവിൻ്റെ പേര് ഇതൊരു ദൈവദാസുണ്ട്, എൻ്റെ അടുത്തൊരു സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ലൈവ് പോകുന്നുകൊണ്ട് പറയുന്നതിന്. ഈ ജാനുവരി ഞങ്ങൾ ഒന്നിച്ചൊരു മീറ്റിങ്ങിനുണ്ടായിരുന്നു. അദ്ദേഹം കോയമ്പത്തൂരാണ് കർത്താവിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ചില അവസ്ഥകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രവാചകനാണെന്നൊന്നുമല്ല പറയാൻ പറ്റും. അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ശബ്ദം പറഞ്ഞു, ഒരു SUV ടൈപ്പ് വെഹിക്കിള് ഞാൻ നിനക്ക് തരുന്നു. ഇത് ജാനുവരിയില്ല, ഇതേത് മാസം? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 4 മാസം. ജാനുവരി തൻ്റെ ചില അവസ്ഥകൾ കൊണ്ടാണ് മുമ്പോട്ട് പോകാൻ കഴിയാത്ത, ഞാൻ ഭൗതികമായ ബ്ലെസ്സിങ് അല്ല പറയുന്നത്, ഇന്ന് നടന്നൊരു വിടുതലിന് വേണ്ടി ഒരു സ്തോത്രം പറയുക. ജാനുവരി തനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞത്, ഞാൻ നിനക്ക് താമസിക്കാൻ SUV വരുമെന്ന്. ഞാൻ ഇന്ന് രാവിലത്തെ മീറ്റിംഗായി അവിടെ ചെന്നപ്പോൾ ഇപ്പോഴും എൻ്റെ ഫോണെ കിടപ്പുണ്ട്. അല്ലെ, അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അല്ലലിയ ഒരു ഇന്നോവ, അല്ലൊരു എസ്ക്രോ, അല്ലെ വലിയ വണ്ടി ഹൈക്രോസ്, അല്ലെ പുതിയ ഒരെണ്ണം ഇപ്പം മേടിച്ച് ഷോറൂമിൽ നിന്ന് ഇറക്കാൻ പോവുക. അല്ലലിയ ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവാത്മാവ് അതിൻ്റെ വിലയൊക്കെ അറിയാവുന്നവർ ഇതിനകത്തുണ്ട്. ഞാൻ ഭൗതികം പ്രസംഗിച്ചെന്നൊന്നും പറയരുത്, കാരണം ആ ദൈവദാസന്റെ അവസ്ഥ ജാനുവരിയിൽ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇത്രയും ദിവസം കൊണ്ട് അസാധാരണമായ ദൈവപ്രവൃത്തി ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെ നിങ്ങൾക്കാർക്കും അത് പറഞ്ഞ് കേട്ടിട്ട് സ്തോത്രം വരുന്നില്ലെങ്കിൽ എനിക്കതിന് സ്തോത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒന്ന് സ്തോത്രം പറ. ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ ചില ദൈവപ്രവൃത്തികൾ, നീ പ്രാർത്ഥിക്കാത്ത ചിന്തിക്കാത്ത ചില ദൈവപ്രവൃത്തിയുടെ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ ആത്മാവിലൊന്ന് സ്തോത്രം പറ. ഞാൻ സദം ഒരു വാക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഹല്ലേലൂയ സർ. അത് പറയാൻ എൻ്റെ വിഷയമല്ല, ടോപ്പിക്ക് വിട്ടിട്ട് പോവുക. എങ്കിലും ഒരു പറയാം. ബൈബിളിലൊരു വാക്യമുണ്ട്, ഫിലിപ്പിയ ലേഖനം 4:10, അത് പറയാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, അല്ലേ? അങ്ങനെ കിടക്കുന്നത് അത് തെറ്റാ. ബൈബിളിനകത്ത് പല മിസ്റ്റേക്കുകൾ അവിടെ ആ വാക്യത്തിനകത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നല്ലെങ്കിൽ ഷോൾ യുവർ നീഡ്സ് എന്നാ കിടക്കുന്നത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ. ഇതിനകത്ത് ഒരു ബ്ലെസ്സിങ് ഓടി കിടപ്പുണ്ട് ഈ വാക്കിനകത്ത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടല്ല, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണമെന്നല്ലേ. നമ്മളൊക്കെ നമ്മുടെ ധനത്തിനകത്തൂന്നേ കൊടുക്കത്തുള്ളൂ. പെണ്ണുങ്ങൾ നിങ്ങളോട് നമ്മൾ കൊടുക്കുന്ന തന്നെ. നമുക്കിപ്പോൾ 10,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരുത്തന് വേണമെങ്കിൽ 1000 രൂപ കൊടുക്കും. അത് ധനത്തിന് ഒത്തവണ്ണമാണോ കൊടുത്തേ? ആണോ? ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾ കൊടുത്ത ധനത്തിന് ഒത്തവണ്ണമാണോ? ധനത്തിനകത്തൂന്നാ കൊടുത്തേ. എൻ്റെ ദൈവം തരുന്നത് ധനത്തിനകത്തൂന്ന്, മഹത്വത്തിനകത്തൂന്നല്ല.
മഹത്വത്തിന്. ബാക്കി ഒന്നെടുത്ത് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 4:19. നമുക്ക് കാണാൻ പാടല്ലേ? ദൈവം തരുന്നത് എങ്ങനെയാ? ദൈവം തരുന്നത് എങ്ങനെയാ? ദാനത്തിന്. ആരുടെ ദാനത്തിന്? ദൈവത്തിന്റെ. നമ്മൾ കൊടുക്കുന്നോ? ദാനത്തിന് അകത്തുനിന്ന്. ഞാൻ ഒരാൾക്ക് 10 രൂപ കൊടുത്താൽ എന്റെ ദാനത്തിന് അകത്തുനിന്നാ കൊടുക്കുന്നത്. എന്റെ ദൈവം അങ്ങനെയല്ല കൊടുക്കുന്നത്. എന്റെ ദൈവം തന്റെ ദാനത്തിന് ഒത്തവണ്ണമാ കൊടുക്കുന്നത്. പ്രൈസലോ. നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ല? കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നടന്നൊരു സംഭവം പറയാം. എനിക്ക് മടങ്ങി വരണം. കാരണം ഈ നമ്മുടെ ടോപ്പിക്ക് വിട്ടില്ല, അൺമെറിറ്റഡ് ഗിഫ്റ്റ് എന്നാന്ന് പറയാൻ നടന്ന സംഭവം. ഈ അലക്സാണ്ടർ ചക്രവർത്തി, കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഒരു കഥ പറയുക സ്വരം. അല്ല, ഈ അലക്സാണ്ടർ ചക്രവർത്തി തേരോട്ടം നടത്തുന്ന കാലത്ത് അലക്സാണ്ടർ ഇങ്ങനെ തേരോട്ടം നടത്തുക. അങ്ങനെ അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് അദ്ദേഹം ഇരിക്കുന്ന പുറകെ സൈന്യാധിപന്മാർ വരുന്നു, 4 സൈന്യാധിപന്മാർ. അതിന്റെ പുറകിൽ പട്ടാളക്കാർ വരും. ഇങ്ങനെ തേരോട്ടം ഭയങ്കര സ്പീഡിൽ തന്റെ കുതിര ഓടുക. ഈ തേരോട്ടം അല്ലെങ്കിൽ ഈ കുതിര ഓടിപ്പോകുമ്പോൾ അലക്സാണ്ടർ കുതിരപ്പുറത്തിരിക്കുകയാണ്. തൻ്റെ പൊന്നോമന കുതിരയുടെ പുറത്തിരിക്കുമ്പോൾ ഈ കുതിര ശക്തമായൊരു കുതിരയാണ്. ഇദ്ദേഹം ഈ കുതിരപ്പുറത്തിരുന്നു കൊണ്ട്, നിങ്ങൾ കേട്ടുണ്ട് കഥ, അല്ലെങ്കിൽ ആ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് ഇദ്ദേഹം ദൂരേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ട് റോഡിൽ കിടക്കുന്നത്. ആയിരക്കണക്കിന് പടയാളി കുതിരകളായി വന്നുകൊണ്ടിരിക്കുന്നത്, പടയാളികളെ കൊണ്ട്. അപ്പോൾ ആദ്യം ഏറ്റവും മുമ്പിൽ പോകുന്ന അലക്സാണ്ടർ ചക്രവർത്തിയാ. അദ്ദേഹം കാണുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യർ റോഡിൽ കിടക്കുന്നു, റോഡിൽ കമന്ന് കിടക്കുകയാണ്. പെട്ടെന്ന് അലക്സാണ്ടർ തന്റെ കുതിരയുടെ കടിഞ്ഞാണ് കയറി പിടിച്ചു. സൈന്യാധിപന്മാര് അല്ലെങ്കിൽ അവരെല്ലാം കുതിരയുടെ കടിഞ്ഞാണ് കയറി പിടിച്ചു. അവസാനം ബ്രേക്ക് ഇട്ടതുപോലെ ഈ മനുഷ്യന്റെ അടുക്ക വന്ന കുതിരകളെല്ലാം നിന്നു. കോപിച്ചുകൊണ്ട് അലക്സാണ്ടർ ചാടി കുതിരപ്പുറത്ത് ഇറങ്ങിയിട്ട് തന്റെ പടവാട് താൻ ഊരി ഈ കിടക്കുന്ന മനുഷ്യൻ, ഒരു മനുഷ്യൻ കിടക്കുക, അവനെ വെട്ടാൻ തുടങ്ങിക്കൊണ്ട്. എന്തിന് കിടന്നു എന്ന് ചോദിച്ചു. വെട്ടാൻ ഓങ്ങിയപ്പോ ഉടനെ ഈ കിടക്കുന്ന ആ മനുഷ്യൻ തല ഉയർത്തി. അലക്സാണ്ടർ പടവാൾ താഴെ വെച്ചു. കാരണം തല ഉയർത്തിയപ്പോ മനസ്സിലായി കിടക്കുന്നവനൊരു അന്ധനാ, കണ്ണ് കാണാത്തവനാ. ശ്രദ്ധിക്കണേ. ആ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ചക്രവർത്തിയോട് പറഞ്ഞു, അല്ലയോ യജമാനെ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കേട്ടോണ്ടി കഥ. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കിടന്നത് നിങ്ങളെ അല്ലെങ്കിൽ ചതിക്കാനോ വഞ്ചിക്കാനോ തകർക്കാനോ അല്ല. എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ കിടന്നതാ. ഉടനെ അലക്സാണ്ടർ ചോദിച്ചു, എന്താ നിന്റെ അവസ്ഥ? ഉടനെ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞത്, അല്ലയോ യജമാനെ, നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അവസ്ഥ ഞാൻ പറയാം. ഞാനൊരു അന്ധനാണ്, ഞാനൊരു ഭിക്ഷക്കാരനാണ്. എനിക്കൊരു മകളുണ്ട്, അവൾക്ക് വിവാഹപ്രായം കഴിഞ്ഞിരിക്കുക. അധികം താമസിക്കാതെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എൻ്റെ കുഞ്ഞ് അവൾ അനാഥയായി പോകും. എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിൽ എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് പിടിച്ചേൽപ്പിക്കണം. അതിന് എനിക്കൊരു സ്വർണ്ണ നാണയം വേണം. ഒരു സ്വർണ്ണ നാണയം. നടന്ന ചരിത്ര സംഭവം. ഒരു സ്വർണ്ണ നാണയം. അല്ലയോ യജമാനെ, നിങ്ങൾ ആരായാലും ഒരു സ്വർണ്ണ നാണയം തന്നാൽ എൻ്റെ കുഞ്ഞിനെ വിവാഹം കഴിച്ചയക്കാം. ഉടനെ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ സൈന്യാധിപനോട് പറഞ്ഞു, 1 ചാക്ക് സ്വർണ്ണ നാണയം കൊടുക്കാൻ. ഇത് കേട്ടതുമല്ല ഈ ഭിക്ഷക്കാരൻ, ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി. വിളിച്ചു പറഞ്ഞു, അല്ലയോ യജമാനെ, എനിക്ക് വേണ്ട, എനിക്കൊരു സ്വർണ്ണ നാണയം മതി. അലക്സാണ്ടർ പറഞ്ഞ മറുപടി വിശ്വപ്രസിദ്ധമാ. നീ നിന്റെ ആവശ്യം ചോദിച്ചത് അലക്സാണ്ടർ ചക്രവർത്തിയോടാണ്. ഞാൻ നിനക്കൊരു സ്വർണ്ണ നാണയം തന്നത് പറഞ്ഞാൽ അതിന്റെ അപമാനം നിനക്കല്ല, എനിക്കാണ്. നിന്റെ ആവശ്യമാണ് പറഞ്ഞത്. തരേണ്ടത് എന്റെ മനസ്സ് പോലെയാ. അലക്സാണ്ടർ ചക്രവർത്തിക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഓടി അധ്വാനിക്കുന്ന നിനക്ക് ചോദിക്കാൻ നീ മടി കാണിക്കണ്ട. ചോദിക്കുന്നതിനേക്കാൾ നിനക്കുന്നതിനേക്കാൾ ആത്യന്തൽപരമായി ചെയ്യാൻ കഴിയുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തിയോർത്ത് ആത്മാവിനൊന്ന് സ്തോത്രം പറ. ഇന്ന് രാത്രിയിലത്തെ മെസ്സേജിന്റെ ഒരു പ്രസക്ത ഭാഗം അത് കേട്ടോ. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു വാക്ക്, ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ എന്ത് ചെയ്യണം പറ. ഒന്ന് ചോദിക്കാൻ പറ്റുമോ? നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ നിലയ്ക്കുന്നതിനേക്കാൾ അത്യന്തൽപരമായി പറ. ദൈവത്തില് ആരൊക്കെയോ തളർന്നിരിക്കുന്ന ദൈവം, ഞാനല്ല. സ്വതം ദൈവത്തിനെ ചോദിക്കുന്നതിനകത്ത് മടി കാണിക്കരുത്. ചാടി പിടിക്കാൻ തയ്യാറാകണം. നിന്റെ ആവശ്യം പറഞ്ഞാൽ അതിനപ്പുറത്ത് തരാൻ കരുത്തുള്ള കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ഒന്ന് സ്തോത്രം പറഞ്ഞ് ഞാൻ മടങ്ങി വരിക. സ്വതം അപ്പൊ ശ്രദ്ധിക്കണേ. അപ്പൊ ഒന്ന് കരുണ, ഉറക്കെ പറഞ്ഞാട്ടെ, നമ്മുടെ പോയിന്റിലേക്ക് കയറുക. കരുണ എന്ന് പറഞ്ഞത് അർഹതപ്പെട്ടത് തരാതിരിക്കുക. കൃപ എന്ന് പറഞ്ഞാൽ ഒന്ന് അർഹതയില്ലാത്ത ദാനം. രണ്ടാമത് പ്രഷ്യസ് ഗിഫ്റ്റ്, വിലമതിക്കാനാകാത്ത ദാനം. മൂന്നാമത് ദാതാവിന് മുതൽ മുടക്കുള്ളതും. എന്ന് പറഞ്ഞാൽ തരുന്നവന് മുതൽ മുടക്കുണ്ട്, മേടിക്കുന്നവന് ഒരു മുടക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാനിങ്ങനെ പറയാം. ഞാൻ കർത്താവിൻ്റെ ദാസൻ രാവിലെ എൻ്റെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. സാക്ഷ്യം പറയാൻ ഇന്ന് രാത്രിയിൽ എനിക്ക് സമയമില്ല, എങ്കിലും ഒരു വാക്ക് മാത്രം പറയാം.
ശ്രോത്രം, ഞാൻ 22-ാമത്തെ വയസ്സിൽ ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു ബാങ്ക് ജീവനക്കാരനായിരിക്കുന്ന കാലത്ത് യാക്കോബ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്താണ് ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പറയാൻ പോവുക. അതിനുവേണ്ടി എൻ്റെ സാക്ഷ്യം പറഞ്ഞാലേ പറ്റും. ബൈബിളിൽ ഒരു ഭാഗം കൂടെ കാണിച്ച് വേണം നമുക്ക് പ്രാർത്ഥിക്കാൻ. ഞാൻ ഡിഗ്രി പഠനത്തിന് ശേഷം, എൻ്റെ ബികോം പഠനത്തിന് ശേഷം ഒരു ബാങ്ക് ജീവനക്കാരനും അപ്പോൾ തന്നെ ഒരു പാലക്കോളെ അധ്യാപകനായി ജോലി ചെയ്തിരിക്കുമ്പോഴാണ് ഈ പുനലൂർ കുളത്തുപ്പുഴ എന്നറിയപ്പെടുന്ന സ്ഥലം, വലിയ സാക്ഷിയാണ്, സമയമില്ല കേട്ടോ പറയാൻ. കുളത്തുപ്പുഴയിൽ പെന്തക്കോസുകാരുടെ ഉപവാസത്തിന് പെട്ടുപഴച്ച് കയറിപ്പോയതാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ വാക്ക് ശരിയല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടൊന്നും വന്നാൽ ഇവിടെ പുനലൂർ കുളം, ഞാൻ രക്ഷിക്കപ്പെട്ടത്, കൃപാവരം പ്രാപിച്ചത്, ശുശ്രൂഷ തുടങ്ങിയത് ഈ പുനലൂർ കുളത്തുപ്പുഴയാണ്. ശ്രദ്ധിക്കണേ, കുളത്തുപ്പുഴക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥലമൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലം എൻ്റെ അത് തന്നെ കുളത്തുപ്പുഴക്കാരുണ്ടല്ലോ. ശ്രദ്ധിക്കണേ, എന്ന് പറഞ്ഞാൽ എൻ്റെ ഹല്ലലിയ സ്ഥലം, വീണ്ടും ജന്നത്തിൻ്റെ സ്ഥലം, എൻ്റെ ഹല്ലലിയ കർത്താവിനെ കണ്ടുമുട്ടിയ സ്ഥലം കുളത്തുപ്പുഴയാ. ഞാൻ പെട്ടെന്നൊന്ന് കയറി ചെന്ന് പോയതാ മീറ്റിങ്ങിന്. അവിടെ വെച്ചാ രക്ഷിക്കപ്പെടുന്നത്. ചുരുക്കി അങ്ങ് പറയുക, ഞാൻ ഈ പെന്തക്കോസിന്റെ അനുഭവത്തിൽ വന്നത് ഞാൻ പാസ്റ്റാകാനല്ല, വിദേശത്ത് പോകാനല്ല, അമേരിക്ക പോകാനല്ല, ഓസ്ട്രേലിയ പോകാനല്ല, UK പോകാനല്ല, അതിനൊന്നും അല്ല വന്നത്. അവിടെ വെച്ച് എൻ്റെ പാപബോധ ഓർമ്മ വന്നപ്പോ ഞാൻ എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. എൻ്റെ പാപക്കറകൾ ക്ഷമിച്ചു തന്നതിന്റെ പേരാ കരുണ എന്ന വാക്ക്. ഞാൻ പിന്നെ വിളിക്കാം. എൻ്റെ പാപക്കറ ക്ഷമിക്കുക മാത്രമല്ല, എൻ്റെ സ്വർഗം എനിക്ക് ദാനമായി തന്ന ഈ ശുശ്രൂഷ ഉണ്ടല്ലോ, അതിന്റെ പേരാ കൃപ എന്ന് പറയുന്നത്. എന്താ കരുണ എന്ന് ചോദിച്ചാൽ അർഹതപ്പെട്ട് തരാതിരിക്കുക. എൻ്റെ 22 വയസ്സ് വരെയുള്ള എൻ്റെ ജീവിതം വെച്ച് എനിക്ക് തരേണ്ടത് നിത്യ ശിക്ഷാവിധിയാണ്. എന്റെ പാപം വെച്ച് കിട്ടേണ്ടത് നിത്യ ശിക്ഷാവിധിയാ. പക്ഷെ ഞാൻ കൃപാസനത്തിൽ വന്നതുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചതിന്റെ പേരാ കരുണ എന്ന് പറയുന്നത്. നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ല? കരുണ എന്തുവാ? അർഹതപ്പെട്ടത്. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കിട്ടേണ്ട എന്നാ ചുട്ട ആടിയ എന്നാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അത് വേണ്ടാന്ന് വെച്ചതിന്റെ പേരാണെന്ത്? കരുണ. എന്നാൽ അതിനപ്പുറത്ത് കൃപയെന്ന് പറയുന്നത് ഈ മഹത്വമുള്ള വേലയ്ക്ക് വിളിച്ചതാ. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഒരു വാക്കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നമുക്കൊന്ന് ആരാധിക്കാൻ പോവുക. ശ്രദ്ധിക്കണേ, ബാക്കി 5 ടൈപ്സ് ഓഫ് ഗ്രേസ് ഒക്കെ ഞാൻ വിടുക. സ്വതം അല്ലെങ്കിൽ നമ്മൾ ഒരു വാക്കൂടെ പറഞ്ഞ് ആരാധിക്കാൻ പോകും. കാരണം ആ തലത്തിൽ വന്ന് നിർത്താൻ ദൈവാത്മാ നിർബന്ധിക്കുന്നത്. ഒരു വാക്കൂടെ പറയാം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഒരു അപ്പൻ 2 മക്കളും. എന്താ കരുണയും കൃപയും ബൈബിളിൽ നിന്ന് വിവരിക്കുക. ഒരപ്പൻ 2 മക്കളുണ്ടായിരുന്നു അല്ലേ? ഒരപ്പൻ 2 മക്കൾ. ആ വാക്യം ഒന്ന് വായിച്ചേ, പെട്ടെന്ന് എടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യം. ആ ആ ആ ആ അടുത്തത് ശ്രദ്ധിക്കണേ, ഞാൻ തന്നെ പറഞ്ഞു വിടാം. അപ്പൻ ആർക്കാ വസ്തു കൊടുത്തേ? എല്ലാവരും ശ്രദ്ധിച്ചേ, അപ്പൻ ആർക്കാ വസ്തു കൊടുത്തേ? എന്നാ? ഇളയ മോന് അല്ലേ? ഇപ്പൊ വായിച്ചു, ആൻറ്റി ഒന്നുകൂടെ വായിച്ചേ. ബൈബിൾ വായിച്ചിട്ട് തെറ്റായിട്ട് പറയുന്നു. ആ ആ ആ അവന് ഇപ്പൊ നിങ്ങളുടെ പിന്നെ എന്ത് പറഞ്ഞു? മനസ്സിലായില്ല, സമയമില്ല. നിങ്ങളെന്ത് പറഞ്ഞു? ഇളയവന് കൊടുത്തെന്ന്. ബൈബിൾ വായിച്ച തന്നെ വായിച്ച ആൻറ്റിയുടെ ബൈബിൾ തെറ്റാണോ? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ കിടക്കുന്നത്? പറ, നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് സമയമില്ല. 1-2 വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. അവൻ അവർക്ക് 2 പേർക്കും കൊടുത്തു. ഏതോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഇളയവർക്ക് കൊടുത്തു. ഈ കേരളത്തിലെ എല്ലാ മലയാളികളും പറയുന്നത് ഇളയവന് കൊടുത്തെന്ന് അല്ല കിടക്കുന്നത്. 2 പേർക്കും കൊടുത്തു. പറ, ഇനി ഒരിക്കലും തെറ്റിക്കരുത്. ബൈബിൾ വായിക്കാത്ത ഏതോ ഉപദേശി എന്നോ എവിടെ വെച്ചോ വിളിച്ചു പറഞ്ഞു ഇളയവന് കൊടുത്തെന്ന്. അന്ന് തൊട്ട് മലയാളി പാടി നടക്കുകയാണ് ഇളയവന് മാത്രമേ അപ്പം കൊടുത്തുള്ളൂ, മൂത്തവന് കൊടുത്തില്ലെന്ന്. നമ്മുടെ ബൈബിളിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന 2 പേർക്കും കൊടുത്തെന്ന്. ആ, ചോദിച്ചവനും കൊടുത്തു, ചോദിക്കാത്തവനും കൊടുത്തു, മൂത്തവനും കൊടുത്തു, ഇളയവനും കൊടുത്തു. എൻ്റെ വിഷയം അതല്ല. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എന്താ കരുണ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം പറയാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, എല്ലാവരും എന്നെ നോക്കിയേ. 1-2 വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. ശ്രോതം ഹല്ലേലൂയ. ഇവന് ഈ മടങ്ങി വരുമ്പോൾ ഇവന് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് അല്ലേ, അപ്പനോട് അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്ത് നിൻ്റെ മകനെ വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ ദാസന്മാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമെന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അല്ലെ, ആക്കണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടല്ലേ വരുന്നേ അന്ന്. ശ്രോതം എന്നാൽ അപ്പൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഒരു പിതാവാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു, ഞാനൊരു പിതാവാണ്. യഥാർത്ഥത്തിൽ എൻ്റെ മോനെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളാണ് വരുന്നെങ്കിൽ നമ്മൾ എന്നാ ചെയ്തേ? എന്ത് ചെയ്യും? നിങ്ങളൊന്നും ചെയ്യത്തില്ലയോ? എല്ലാം നശിപ്പിച്ച് മുടിച്ച് നാശമാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തേ?
നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നതിന് പറ. നല്ല ചുട്ടയാടി കൊടുക്കും, ഇല്ലയോ? 2 എണ്ണം കൊടുത്തേച്ചേ കേൾക്കത്തുള്ളൂ, അല്ലയോ? ആണ്. എന്നാൽ ഈ അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചതിൻ്റെ പേരാണെന്ത്? കരുണ. ഉറക്കെ പറ, കരുണ. എന്നാൽ കൃപയെന്ന് പറഞ്ഞ ചോദിക്കാത്ത ചില നന്മകൾ അകത്തുനിന്നെടുത്ത് കൊടുത്തതിൻ്റെ പേരാ കൃപയെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാത്ത ചില നന്മകളും കരുതലുകളും ഇന്ന് രാത്രി വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് ഇതിലെ സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. ഒരു വാക്കൂടെ കാണിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. പെട്ടെന്ന് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. ആ വാക്യം 4:16, എബ്രായ ലേഖനം 4:16, 4:16. പെട്ടെന്ന് എബ്രായ ലേഖനം 4:16. അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് 5 ടൈപ്സ് ഓഫ് ഗ്രേസ് കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതിനും കൂടെ ടൈമുണ്ട്. ഞാനിപ്പോഴാണ് വായിച്ചാൽ നോക്കിയത്. സോ അവിടെ കിടക്കുന്നത് അതുകൊണ്ട് കരുണ ലഭിപ്പാണ്. കരുണ എന്നാ? കൃപാസനത്തിൽ വന്ന് എന്ത് കിട്ടും? കരുണ. കരുണ എന്ന് പറഞ്ഞാൽ എന്നാ? കരുണ എന്ന് പറഞ്ഞാൽ എന്നാ? അർഹതപ്പെട്ടത് തരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉപവാസ പ്രാർത്ഥനയെ നമ്മൾ കൃപാസനത്തിൽ വന്നതുകൊണ്ട് നമ്മുടെ ഇന്നലകളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ച നോട്ടത്തിൽ, സംസാരത്തിൽ, ഇടപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ലഭിക്കേണ്ട ശിക്ഷയാണ്. അത് തരാതിരിക്കുന്നതിന്റെ പേര്, അത് വേണ്ടാന്ന് വെച്ചതിന്റെ പേരാ കരുണ. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഒന്നുകൂടെ ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. സ്തോത്രം. ഈ കഴിഞ്ഞ വർഷം ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് സ്തോത്രം പറ. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് എന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്നുള്ള എന്താണ്? ഈ 2024 ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ട്. ധൈര്യത്തോടെ പറ, ഉണ്ടെന്ന് പറ. ഉണ്ട്. ചുമ്മാ നമ്മൾ വേഷം കെട്ടിൻ്റെ കാര്യമൊന്നും വേണ്ട. ഉണ്ട്. നമ്മുടെയൊക്കെ ചില സംസാരങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മൾ വേണ്ടാത്തതിലൊക്കെ ഒന്നും പോയില്ല. പക്ഷെ നമ്മുടെ ചില സംസാരങ്ങൾ ദൈവഹിതമല്ലാത്തതാ, നമ്മുടെ ഇടപാടുകൾ ദൈവഹിതമല്ലാത്ത, നമ്മുടെ നോട്ടങ്ങൾ ദൈവഹിതമല്ലാത്ത. പക്ഷെ അതൊക്കെ കൈവച്ചോണ്ടിരുന്നുണ്ടല്ലോ തമ്പുരാനിന്ന് ശിക്ഷ കിട്ടും കേട്ടോ. എന്നാൽ ഇവിടെ വന്നതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചെന്നാ പറഞ്ഞത്. ഇന്ന് രാത്രി എന്തിനാ ദൈവദാസൻ അല്ലൊരു കർത്തൃദാസൻ എന്തിനാ അഭിമന്യുപാഷ് ഇവിടെ അല്ലൊരു ഉപവാസം വെച്ചെന്ന് ചോദിച്ചാൽ കൃപാസനത്തെ വിളിച്ചു വരുത്തിയത് അവനിൽ നിന്ന് കരുണ ലഭിക്കാൻ വേണ്ടിയാണ്. അവനിൽ നിന്ന് കരുണ ലഭിക്കാൻ. അടുത്ത വാക്ക് കരുണ മാത്രമല്ല, അത് തന്നെ തന്ന് വിടത്തില്ല കേട്ടോ. അതോടുകൂടെ കൃപയും കൂടെ തരും. ഒന്ന് സ്തോത്രം പറഞ്ഞേ. നീ ചോദിക്കാത്ത, നീ യാചിക്കാത്ത, നീ പ്രാർത്ഥിക്കാത്ത, നീ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ചില ദൈവ കൃപയുടെ ആഴം തരുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. ഒരു വാക്ക് പറയാം. അവിടെ കിടക്കുന്നുണ്ടോ? അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി. തത്സമയത്ത് ആ വാക്കുകൊണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വാക്കുകൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാമോ? ഇപ്പം നമ്മുടെ ദൈവത്തെ കൊണ്ട് നമുക്ക് ഒരാവശ്യവും. എല്ലാം ഓക്കെയാണ്. പിണങ്ങല്ല, നിങ്ങളുടെ എല്ലാവരുടെയും കാര്യമല്ല. ഇപ്പം നമ്മുടെ ദൈവത്തെ കൊണ്ട് നമുക്കൊരു കാര്യവും സാധിക്കാനില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു സമയം വരുന്നുണ്ട്. എന്തിനാ ഇതുപോലത്തെ ഉപവാസം? ചില ആൾക്കാർ പറയുന്നതൊക്കെ നിങ്ങൾ പറയത്തില്ല, കർത്താവിൻ്റെ കൃപ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. ചില സഭകളിലൊക്കെ ദൈവദാസന്മാർ ഉപവാസം വെക്കുമ്പോൾ 21 വെക്കുമ്പോൾ വിശ്വാസി എന്നിട്ട് ചോദിക്കും, എന്തിനാ ഭാഷ 21 വെറുതെ സമയം കളയുന്നത്? അതിൻ്റെ ഉത്തരം ഈ വാക്യ. കാരണം ഈ പറയുന്ന മിടുക്കന്മാരൊക്കെ തോറ്റുപോകുന്ന ഒരവസ്ഥ മുമ്പിൽ വരുന്നുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് ആശയം മനസ്സിലായി? ചില മിടുക്കന്മാർ പറഞ്ഞ അല്ലെങ്കിൽ ചില മിടുക്കന്മാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ചില മിടുക്കന്മാർ പറഞ്ഞൊരു കാര്യം എന്നറിയാമോ? ആ സമയത്ത് ഞങ്ങൾ ഉപവസിച്ചോളാം എന്ന് പറയും. ഇല്ല കേട്ടോ, ദൈവത്തിലെ സ്തോത്രം പറയാൻ സമയം കിട്ടത്തില്ല. ഞാൻ അതൊന്ന് വിവരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോകുക. സ്തോത്രം. ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറയാം. നടന്നൊരു സംഭവം. അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് സഭയുടെ ഭാഷായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ ഈ തത്സമയം എന്നുള്ള വാക്കിന് ഒരർത്ഥം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. തിരുവനന്തപുരത്ത് സഭയുടെ ഭാഷായിരിക്കുമ്പോൾ അന്ന് 3 ദിവസം ഉപവാസം നടക്കുകയാണ്. ഉപവാസത്തിന് വെള്ളി, ശനി, ഞായർ സഭയുടെ എല്ലാ മാസം ഉപവാസം. വെള്ളിയാഴ്ച ഉച്ചക്കത്തെ മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യം നാട്ടിലോട്ടൊന്ന് വരണം. ക്ഷണം എന്ന് പറഞ്ഞാൽ കിളിമാനൂരിനപ്പുറത്ത് ഇങ്ങോട്ടൊരു സ്ഥലത്തോട്ട് വരണം. അപ്പോൾ ഉച്ചക്കത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ 2 മണിയായി. വൈകിട്ടത്തെ മീറ്റിംഗ് 6:30 ആകുമ്പോൾ ആരംഭിക്കും. ശ്രോത, ഞാനും എൻ്റെ വൈഫും കൂടി ട്രിവാൻഡ്രത്ത് നിന്ന് കാറെടുത്തു. ശ്രോത, കർത്താവിൻ്റെ ദാസൻ ഇവിടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. അല്ലെ, ട്രിവാൻഡ്രത്ത് ഞാൻ 4-5 കഴിഞ്ഞ് മണ്ണന്തല കഴിഞ്ഞ് കല്ലരി വട്ടപ്പാറ ജംഗ്ഷൻ ആകുന്നതിന് മുമ്പ് മരുതൂര് കഴിഞ്ഞപ്പോൾ ശക്തമായ മഴ ആരംഭിച്ചു. സ്വരം ശക്തമായ മഴ. അങ്ങനെ ഞാൻ വട്ടപ്പാറ വളവുകൾ അറിയാമല്ലോ അല്ലേ? അല്ലെ, വട്ടപ്പാറ വളവ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഈ മഴ കാരണം അല്പം സ്പീഡ് കുറച്ചു. ഒന്നാമത് ആ സ്പീഡിലാണ് ഓടിക്കുന്നത്. അതിൻ്റെ കൂടെ പെട്ടെന്ന് എനിക്ക് തിരിച്ച് ചെല്ലുകയും വേണം. അതുകൊണ്ട് അല്പം കൂടെ സ്പീഡിലാണ് ഓടിക്കുന്നത്. പക്ഷേ അപ്പൊ ദൈവ കൃപയാലൊരു മഴ അങ്ങ്
പെയ്തു. മഴ പെയ്തപ്പോൾ ഞാൻ സ്പീഡ് കുറച്ചു. നടന്ന സംഭവം എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ മഴയ്ക്കകത്ത് ഒന്നും കാണത്തില്ല, റോഡൊന്നും കാണുന്നില്ല. പെട്ടെന്ന് ഒരു ആംബുലൻസിന്റെ ശബ്ദം കേട്ടു. ഞാൻ നോക്കിയപ്പോൾ ഒരു ആംബുലൻസ് ഹൈ സ്പീഡിൽ വരിക, മെഡിക്കൽ കോളേജിലോട്ട് ആരെ കൊണ്ട് വരിക. പെട്ടെന്ന് ഞാൻ എൻ്റെ വാഹനം, ഒന്നാമതെ വളവ്, റോഡ് ചെറുതുവാ, ഞാൻ വാഹനം ഹല്ലേലൂയ റോഡിൽ നിന്ന് അല്പം ഒന്ന് മാറ്റിക്കൊടുത്തു. ഈ ആംബുലൻസ് പോയി ഞാൻ തിരിച്ച് റൈറ്റ് എടുത്ത് റോഡിലേക്ക് കയറിയതുമല്ല, ഈ ആംബുലൻസിന്റെ പുറകെ കുറെ മിടുക്കന്മാർ വണ്ടി ഓടിക്കുമല്ലോ പെട്ടെന്ന് എല്ലാം വേണ്ടി അങ്ങനെ ഒരു ഇന്നോവ കാർ എന്റെ നേരെ വന്നു. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. ഞാൻ ചിടിച്ചെന്ന, പക്ഷേ ആരോ എന്റെ കൈ സ്റ്റിയറിംഗ് വെട്ടിക്കുന്ന പോലെ എന്റെ വാഹനം ഞാൻ ലെഫ്റ്റിലോട്ട് വെട്ടിച്ചു. റോഡിന് പുറത്തു പോയി. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നോ? റോഡിന് പുറത്തു പോയി, വണ്ടി മറിഞ്ഞില്ല, റോഡിന് പുറത്തു പോയി. ഒരു 5 മിനിറ്റത്തേക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ റോഡിലേക്ക് തിരിച്ചു വണ്ടി എടുത്ത് ഞാൻ കാര്യം കഴിഞ്ഞ് തിരിച്ചു വന്നു. പിറ്റേന്ന് ഞാൻ ശനിയാഴ്ച രാവിലത്തെ മീറ്റിംഗ് നടക്കുമ്പോ ആ മീറ്റിംഗിന് ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസൻ എന്റെ വൈഫിന്റെ തലയെ കൈവച്ചിട്ട് ഒരു ദൂത് പറഞ്ഞു, ഇന്നലെ നടു റോഡിൽ വെച്ച് നിന്റെ പ്രാണനെ എടുത്തു കളയാൻ അന്ധകാര ശക്തി മുഴുവലത്തോടെ ഇറങ്ങിയപ്പോ ഞാനായി ഇറങ്ങി വന്ന് വിടുവിച്ചത്. ഞങ്ങൾക്ക് ആ വെല്ലുവിളി വന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അതിനകത്ത് മഴയ്ക്കകത്ത് ഇറങ്ങി വന്നവന്റെ പേര്, അതിന്റെ പേര് തൽസമയം എന്ന് പറയുന്നത്. നിനക്ക് ഈ 2024 എന്തൊക്കെ സംഭവിക്കുമെന്ന് നിനക്കറിയില്ല. പക്ഷെ അതിനകത്ത് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവ കരമുണ്ടെന്ന്. പോരാ 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 ഉടവര സന്തരാധരാധര. അസാധാരണമായ ചില ദൈവ കൃപകൾ തന്റെ ജനത്തിൽ വെളിപ്പെടട്ടെ. അസാധാരണമായ ദൈവ സാന്നിധ്യം. ഉടവര സന്ധരാധരാധര ഉടവര വല വല ശതല രഗതരകടകൾ. പോരാ അല്പസമയം ആത്മാവിൽ ആരാധിച്ചാട്ട് ഇന്ന് കരുണ മാത്രമല്ല കേട്ടോ, ചില ദൈവ കൃപയുടെ ആഴം കൂടെ വെളിപ്പെട്ടു വരാൻ. ദൈവത്തിലെ ഒരു വാക്കൂടെ പറ, 5 ടൈപ്സ് ഓഫ് ഗ്രേസ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും വ്യർത്ഥമാകാതിരിക്കാൻ. അതിനുമുമ്പ് ഒരു വാക്ക് പറയും, തൽസമയം അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ. ഈ തൽസമയം എന്നുള്ള ഈ സമയം എന്നുള്ളതിന് ഗ്രീക്ക് 2 വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഒന്ന് കെയ്റോസും 2 ക്രോണോസും. ശ്രദ്ധിക്കണേ, ക്രോണോസ് എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ടൈം. നമ്മുടെ കയ്യിൽ കിടക്കുന്ന വാച്ച്, ക്ലോക്ക്, ഇതൊക്കെ ക്രോണോളജിക്കൽ ടൈം. എന്താണ് ക്രോണോളജി? എന്നാൽ കെയ്റോസ് എന്ന് പറയുന്നത് അപ്പോയിന്റഡ് ടൈം എന്ന്, ദൈവിക സമയം. കർത്തൃദാസൻ ദൈവിക സമയം. എന്നാൽ ഇവിടെ കിടക്കുന്ന പദം അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ എന്നുള്ളതിന് തൽസമയം എന്ന് കിടക്കുന്നതിന് കെയ്റോസ് എന്നല്ല കിടക്കുന്നത്, എക്കൈറോസ് എന്നൊരു വാക്കാണ്. എന്നാ പറ, എക്കൈറോസ്. കെയ്റോസ് അല്ല, എക്കൈറോസ്. എക്കൈറോസ് എന്ന വാക്കിന്റെ അർത്ഥം ടൈം ഓഫ് ഫെസ്റ്റിവൽ എന്നാണ്. എന്നാ പറ. അത് ദൂത് പറഞ്ഞ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ടൈം ഓഫ് ഫെസ്റ്റിവൽ, ഉത്സവത്തിന്റെ സമയം. നമുക്ക് അങ്ങനെയാണ് ആ വാക്യം ഇങ്ങനെ പറയാം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും. ഇതുവരെ അല്പമൊക്കെ മടിച്ചൊക്കെ വന്നവരൊക്കെ ഇനിയുള്ള 4 ദിവസം ആത്മാർത്ഥമായിട്ട് വന്നോണം. പിടികിട്ടിയില്ല. പാർശ്വവാസം വെച്ചത് കൊണ്ട് വന്ന പുള്ളികളൊക്കെ ഇനി അങ്ങനെ വരരുത്, ആത്മാർത്ഥമായിട്ട് വന്നോണം മീറ്റിങ്ങിനകത്ത്. ദൈവം ഇതിനെ തൊടുന്നൊരു ദൂതാ പറഞ്ഞേ, അതുകൊണ്ട് കരുണ ലഭിപ്പാനും. വന്നാൽ എന്താ കിട്ടും? പറ. വചനം കേട്ട് ഏറ്റെടുക്കുമ്പോ കരുണ ലഭിക്കും. അടുത്തത് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ എന്ന് പറഞ്ഞാൽ എക്കൈറോസ്, ടൈം ഓഫ് ഫെസ്റ്റിവൽ, ഉത്സവത്തിന്റെ സമയം. എന്നർത്ഥം അറിയാമോ? നിന്നെ വെച്ച്, നിന്റെ തലമുറയെ വെച്ച്, നിന്റെ ആരോഗ്യം വെച്ച്, നിന്റെ യാത്ര വെച്ച്, നിന്റെ ഭാവി വെച്ച്, നിന്റെ വിദ്യാഭ്യാസം വെച്ച് ഒരു ഉത്സവം ആഘോഷിക്കാൻ ശത്രു എവിടെയോ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ല? സാറേ, എവിടെയോ അവനൊരു പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിന്നെ വെച്ച് ഒരു ഉത്സവം ആഘോഷിക്കാൻ, നിന്റെ ഭാവി വെച്ച് ഒരു ഉത്സവം ആഘോഷിക്കാൻ, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ആരോഗ്യം വെച്ച്. ആ സമയത്ത് ഒരു പക്ഷെ സ്തോത്രം പറയാൻ സമയം കിട്ടണമെന്നില്ല. ഇപ്പൊ നീ കൃപാസനത്തിൽ വന്നാൽ എത്ര പേർക്ക് മനസ്സിലാകും? അന്ന് നീ സ്തോത്രം പറയുന്ന നോക്കി വെയിറ്റ് ചെയ്യില്ല ദൈവം. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ആ വിഷയത്തിനകത്ത് നിനക്ക് തരേണ്ട കൃപ തരും. മനസ്സിലാകുന്നവരൊക്കെ സ്തോത്രം പറഞ്ഞാണ്. നിങ്ങൾക്ക് പിടിയിട്ടില്ലല്ലേ? ഒന്നും കൂടെ പറഞ്ഞിട്ട് 5 ടൈപ്സ് ഓഫ് ഗ്രേസ് ഞാൻ പറഞ്ഞ് നിർത്താം, പ്രാർത്ഥിക്കാം. എങ്കിലും മനസ്സിലാക്കാൻ പറയാം. 3 എബ്രായ ബാലന്മാരെ വെച്ച് ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുക. എന്തുവാ? ടൈം ഓഫ് ഫെസ്റ്റിവൽ. 3 എബ്രായ ബാലൻ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ, 3 എബ്രായ ബാലന്മാരെ വെച്ച് ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുക. 3 എണ്ണത്തെ കയ്യും കാലും കെട്ടി കൊണ്ട് തീച്ചുളക്കകത്തേക്ക് വലിച്ചിട്ട് അവരെ വെച്ച് ഉത്സവം ആഘോഷിക്കാൻ നിൽക്കുമ്പോഴാ അതിനകത്തേക്ക് നോക്കിയേ, രാജാവ് നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ 3 പേരെയല്ലേ ഇട്ടേ, 4-മനായ ഒരുവൻ, ഒരു ദൈവപുത്രന് തുല്യ ഒരുവനെ കൂടെ ഞാൻ കാണുന്നു.
നിൽക്കുന്ന 3 എണ്ണത്തെ നമുക്കറിയാം. 4-മത്തവൻ ദൈവപുത്രനവൻ തുല്യനാ. 4-മനായിട്ടല്ല ഇറങ്ങിയത് കേട്ടോ. ഇറങ്ങിയത് 4-മനായിട്ടാണെങ്കിൽ ആദ്യം വീണവരൊക്കെ കത്തിപ്പോയനെ. ഞാൻ പറയുന്നു, കണ്ടത് 4-മനായിട്ടാണെങ്കിലും ഇറങ്ങിയത് 1-മനായിട്ടാണ് ഇറങ്ങിയത്. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? അല്ലെ 3 എബ്രായ ബാലന്മാരെ വെച്ച് ഒരു ഉത്സവം ആഘോഷിക്കാൻ പദ്ധതി തയ്യാറാക്കിയപ്പോ അവർക്ക് വേണ്ടി തീച്ചൂളക്കകത്ത് ഇറങ്ങിയതിന്റെ പേര് ഗ്രേസ് എന്ന് പറയുന്നത്, കൃപയെന്ന് പറയുന്നത്. എത്ര പേർക്കൊന്ന് പറയാൻ പറ്റും? കർത്താവ്, ഇന്ന് രാത്രി ചില ഇരുട്ടിന്റെ ആഴങ്ങൾ അത് ക്യാൻസൽ ആകാനിടയാകണം. എന്നെ, എന്റെ തലമുറയെ വെച്ച്, എന്റെ ഭാവി വെച്ച്, എന്റെ ശുശ്രൂഷ വെച്ച്, എന്റെ ജീവിതത്തിന്റെ നിലവാരം വെച്ച് ഉത്സവം ആഘോഷിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ഇരുട്ടിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി ക്യാൻസൽ ആകണമെന്ന്. പോരാ പോരാ, അല്പസമയം എല്ലാവരും ആത്മാവിനെ ആരാധിച്ചാട്ടെ ശക്തിയോടെ. ഉടബര വര വര, ഉടബര വര വര, ഉടബര വര വര, ഉടവരാധക. പോരാ പോരാ, ഉടവര വല വല, ഉടവരാധക, ഉടവര വര വല, ഉടവരംശന ഗടഗല ഗടഗല, ഉടവരാധക രേതകനാധക. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ, ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? ചിലതൊക്കെ കർത്താവ് ഇന്ന് രാത്രി ക്യാൻസൽ ആക്കാൻ പോവുക. എനിക്ക് കാരണം വേണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഈ 17-ാമത്തെ രാത്രി ഞാൻ 5 ടൈംസ് ഓഫ് ഗ്രേസ് പറയണമെന്ന് ആഗ്രഹിച്ച് എടുക്കുന്നില്ല. നമ്മൾ ആരാധിക്കാൻ പോകുക. എനിക്കിന്ന് രാത്രി കർത്താവ് കാരണം. ഞാനിവിടെ വന്നത് ചുമ്മാ കാണാൻ വന്നതല്ല, ഒരു പ്രസംഗം കേൾക്കാൻ വന്നതല്ല. ഹല്ലേലൂയ. ഞാൻ വന്നിരിക്കുന്ന കൃപയുടെ കാലഘട്ടത്തിലാണ്. കൃപാസനത്തിന് മുമ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് കരുണ വേണം, മാത്രമല്ല എനിക്ക് കൃപ വേണം. ഇന്ന് എന്നെ വെറുതെ പറഞ്ഞയക്കരുത്. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു അൺമെറിറ്റഡ് ഗിഫ്റ്റ്, അർഹതയില്ലാത്തൊരു ദാനം, അത് കൃപയാകട്ടെ, കൃപാവരമാകട്ടെ, അതെനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. അത് മാത്രമല്ല, ശത്രു വെച്ചിരിക്കുന്ന ചില നുകങ്ങളെ ഇന്ന് രാത്രി കർത്താവ് ക്യാൻസൽ ആക്കാൻ നിന്റെ ആരോഗ്യത്തിന് നേരെ, നിന്റെ ആയുസ്സിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ ഭാവിക്ക് നേരെ വെച്ചിരിക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി ക്യാൻസൽ ആകും. ഓ പോരാ, ഉടവര വര വര, ഉടവര വര വര, ഉടവരാധക ആധാരാധ ജീവനവേദക ഊടവരക്ഷര. പോരാ പോരാ, അല്പസമയം ഇന്ന് നാം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് ചില മണ്ഡലങ്ങളെ ക്യാൻസൽ ചെയ്യാൻ. ഓ ഉടവര വര വര ശതലരകടകടകട. സാധാരണ ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമുക്ക് കൃപ ലഭിച്ചിട്ട് അവിടെ വന്നിരുന്ന കേട്ടോ. കൃപ വ്യർത്ഥമാകരുത്. ഞാനൊരു വാക്കൂടെ ചേർത്ത്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ എന്താകരുത്? വ്യർത്ഥമാകരുത്. പൗലോസ് ഇങ്ങനെ കൊരിന്ത്യലേഖനത്തിൽ തന്നെ പറയുന്നൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായില്ല. ഞാനല്ല അധ്വാനിച്ച, ദൈവകൃപയാണ് അധ്വാനിച്ചത്. പൗലോസ് തന്നെ സാക്ഷ്യം പറഞ്ഞ് എനിക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായില്ല. അങ്ങനെങ്കിൽ 21 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കാൻ ദൈവം തന്ന ആരോഗ്യവും സമയവും ആ ദൈവത്തിന്റെ കൃപയാണ്. അത് വ്യർത്ഥമാകാതെ അസാധാരണമായ ചില ദൈവകൃപ വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമടിച്ച് ശക്തിയോടെ ഉടവര സന്ധരാധരാധര. പോരാ 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 പോരാ. ഓ ഊടവരാധക ഊടവരാധക ഉടവാനാവാവ ഇടാവരാവരാവര. പോരാ ഊടവരാധക ഊടവാന ആധാരാധ ദീപനവേദക ആദംവാദം ദീപനവസ്ത്രം ദീപനവേദി ആധാരാദി ഊടവരക്ഷം ആദംവേദം ദീപനവസ്ത്രം ആധാരാദി ഓരവനാദി ആദംവേദം ഊടവരേദം ആധാരാദി ഊടവരേദി ഊടവാന ആധാരാദി ഓധാരേദി ആദംവേദം അസ്തംവേദി ഊടവരക്ഷം ആദംവാരം ആദംവേദി ഊടവരേദി അസ്തംവാദി ഊടവാന ഊടവാന ആധാരാദി ഓ ഷാദ ആധാരേദി ആധാരാദ ഊടവരേദി ഊടവാന ഓ ഷാദ അസ്തംവേദി ഊടവരക്ഷം ആദംവാരം ഊടവാദി അസ്തംവേദി ഓ
രക്തം ചെയ്യാം യേശുരക്തം വൈരത്താന പ്രാർത്ഥന ശബ്ദകരേതി അത്തകരേതി ശബ്ദകരേതി സാധകരേതി ശൂരംബാല
രാത്രി ചൊരിയുന്ന ഈ ആത്മ സാന്നിധ്യത്തിനകത്ത് പരിശുദ്ധ അമ്മാവിന്റെ രാത്രി നമുക്ക് നിറങ്ങി നൽകുന്ന നല്ല രാത്രികൾ. എല്ലാ കണ്ണുകളും അടച്ച് ഹൃദയങ്ങളെല്ലാം തുറന്ന സ്വർഗാദി സ്വർഗത്തിലേക്ക് നോക്കുക. സ്വർഗീയ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം പറയുന്നു. ഇന്ന് രാത്രി ദൈവം ഞങ്ങളുടെ മേൽ ഫലമേൽപ്പിച്ച വലിയ ദൈവിക കൃപകൾക്കായി സ്തോത്രം. വന്നത് ശൂന്യമായിട്ടാണെങ്കിലും തിരിച്ചു മടങ്ങുന്ന ദൈവിക കൃപയുടെ സമ്പത്ത് പ്രാപിച്ചവരാ ഇന്ന് രാത്രി ദൈവം ഞങ്ങളെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ ഈ കരുണയുടെ കൃപയുടെ ബഹുത്വം ഞങ്ങളുടെ കൂടാരത്തിനകത്ത് ദൈവം മറയ്ക്കുന്നതിനായി സ്തോത്രം. വെയിലില്ലാ ദേശത്തിനകത്ത് ഈ കൃപയുടെ ശക്തി ദൈവം പകരുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് നാം വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാളെ നടക്കുന്ന ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടിയും നാളെ പകലും രാത്രിയിലും വരുന്ന കർത്താവിന്റെ ദാസൻ കെ രഞ്ജിത്ത് അവറുകളെ പരിശുദ്ധാത്മാവ് ശക്തമായി ഉപയോഗിക്കാൻ വേണ്ടി ഒത്തിരി അഭിഷേകം, ഒത്തിരി അപ്പോസ്തലിക ശുശ്രൂഷ ദൈവം പകർന്നൊരു മനുഷ്യനാണ്. നാളത്തെ പകലത്തെയും രാത്രിത്തെയും ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു വരുന്നത്. വ്യക്തിപരമായി അത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് നിരവധിയാണ്. കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിച്ച എല്ലാ വേദികളിലും കുടുംബമായി ഞങ്ങൾ പ്രാപിച്ചെടുത്ത ദൈവിക വിടുതലുകൾ ചെറുതല്ല. സ്തോത്രം. എങ്ങനെയാണ് നാളെ പകൽ ദൈവദാസനെ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ വ്യക്തിപരമായി തന്നെ ശുശ്രൂഷകൾ ഞങ്ങളുടെ കുടുംബത്തിന് പല നിലവാരങ്ങളിൽ രോഗശാന്തികളാൽ ഒക്കെ പല നിലവാരങ്ങളിൽ നാളത്തെ ശുശ്രൂഷകൾ അല്ലെങ്കിൽ നാളെ വരുന്ന ദൈവദാസന്റെ ശുശ്രൂഷകൾ ദൈവം ഞങ്ങളുടെ മേൽ പലപ്പോഴും ഒരു അഭിഷേകമായി ഇട്ടിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടെ നാളത്തെ പകലത്തെ രാത്രിത്തെ മീറ്റിങ്ങിനെ നമുക്ക് നോക്കിക്കാണുകയാണ്. ദൈവഹിതമുള്ളവരെല്ലാം കർത്താവ് കൊണ്ടുവരണം. ദേശത്തിനകത്ത് അന്ധകാര ശക്തികളെ ദൈവാത്മാവ് വെട്ടണം. ഒരുമിച്ച് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ റോയ് പാസ്റ്റർ മുമ്പിലേക്ക് വന്ന് നാളത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഇന്ന് രാത്രി വന്ന ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ. ജീസസ്. നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 16ാമത്തെ രാത്രിയിൽ സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എത്രത്തോളം സഹായിച്ചു. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകർന്നു. നാളത്തെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ